ദൈവികത ചാർത്തിക്കൊണ്ടുള്ള യാചന, തേട്ടം, പ്രാർത്ഥന അത് മാത്രമേ ഇബാദത്താവുകയുള്ളൂ എന്ന്. അതായത് മുസ്ലിം സമുദായം ദൈവികത കൽപ്പിക്കാതെ മൊഹീദ്ദീൻ ശേഖിനെ വിളിച്ചാൽ, തേടിയാൽ, യാചിച്ചാൽ അത് ഇബാദത്തല്ല. ഹിന്ദു സമുദായം ദൈവികത കൽപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ വിളിച്ചാൽ അത് ഇബാദത്താണ്, അഥവാ അത് പ്രാർത്ഥനയാണ്, അത് ഇബാദത്താണ്. എന്റെ ചോദ്യം, ഒരു മുസ്ലിമായ ഒരാൾ യാതൊരു ദൈവികതയും കൽപ്പിക്കാതെ, യാതൊരു ദൈവികതയും ഇല്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ വിളിച്ചാൽ അത് ശിർക്കാകുമോ? മുസ്ലിയാർ നേരത്തെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ചോദിച്ചത്. അതിലാൾക്ക് ചെറിയൊരു ഭേദഗതി ഞാൻ വരുത്തേണ്ടത് ഞാൻ പറഞ്ഞതല്ല, മുജാഹിദിന്റെ മുഖപത്രം മൽമനാട് പറഞ്ഞതാ. ദിവ്യത്വവും ദൈവീകതയും ചാർത്തിയെങ്കിലേ ആരാധനയാവൂ. ഞങ്ങൾ പറഞ്ഞതല്ല, നിങ്ങളെ പത്രം പറഞ്ഞതാ. നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളം അതും വായിച്ചു നോക്കാം. അൽമനാർ 988 ജനുവരി ലക്കത്തിൽ പറഞ്ഞതാ, ഞങ്ങൾ പറഞ്ഞതല്ല. അപ്പൊ ആ പറഞ്ഞതൊന്നും എന്റെ പേരിൽ ചാർത്തും വേണ്ട. ഇത് കേടും ഗുണവും ഒക്കെ ആർക്കെന്നെ മുജാഹിദുകൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളെ പേരിൽ ചാർത്തണ്ട. അതുകൊണ്ട് മുജാഹിദ് മൗലവിമാരോട് ചോദിക്കാല്ല. നിങ്ങളിപ്പോ ഈ എഴുതിയതനുസരിച്ച് ഗുരുവായൂരപ്പനോട് ചോദിച്ചാൽ, ഒരു മുജാഹിദുകാരൻ ഗുരുവായൂരപ്പനോട് ചോദിച്ചാൽ അതിന്റെ വിധി എന്താണ്? അങ്ങോട്ട് ചോദിക്കാൻ, ഞങ്ങളോട് ചോദിക്കണ്ട. പക്ഷെ ഞങ്ങളൊരു കാര്യമുണ്ട്. എന്താണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾ നടത്തുന്നത് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ മഹാത്മാക്കൾക്ക് അല്ലാഹു നൽകുന്ന മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്ന കാര്യങ്ങളാണ്. അവർക്ക് മുഅ്ജിസത്തും കറാമത്തും നൽകപ്പെട്ട ആളുകളോട് ചോദിക്കുന്ന പരിപാടിയാണ് ഇസ്തിഗാസ. ഗുരുവായൂരപ്പന് മുഅ്ജിസത്തും ഇല്ല, കറാമത്തും ഇല്ല, ഞങ്ങൾക്ക് ആർക്കൊരു തർക്കമില്ല. അതുകൊണ്ട് സുന്നികൾ ഗുരുവായൂരപ്പന് ചോദിക്കുന്ന പരിപാടിയില്ല. ആ ചോദ്യം ഞങ്ങൾക്ക് അതിന് മറുപടി പറയേണ്ട കാര്യമില്ല. അത് ചോദിക്കേണ്ടത് വഹാബി ഓഫീസിലേക്കാണ്, അൽമനാറിന്റെ ഓഫീസിലേക്കാണ് എന്നാണ് പറയാനുള്ള മറുപടി. എന്റെ ചോദ്യം വളരെ വ്യക്തമായിരുന്നു. പക്ഷെ മൗലവി അതിന് മറുപടി, മുസ്ലിം അതിന് മറുപടി പറയാതെ ഒഴിവായി. ശരി, ഗുരുവായൂരപ്പൻ ഹിന്ദു ആയതുകൊണ്ട് അല്ലെങ്കിൽ വിശ്വാസി അല്ലാത്തതുകൊണ്ട് ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി പറയാൻ സാധ്യമല്ല എന്നാണ് പറഞ്ഞത്. മക്കയിലെ മുശ്രിക്കുകൾ വിളിച്ച് ആരാധിച്ച ലാത്തയോട് ദൈവികത ചാർത്താതെ, ദൈവികത കൽപ്പിക്കാതെ ഒരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാകുമോ? മക്കയിലെ മുശ്രിക്കുകൾ ആരാധിച്ച ലാത്തയോട് ദൈവികത കൽപ്പിക്കാതെ ഒരു മുസ്ലിം വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ആരാധനയാകുമോ? ലാത്തയോടും ഉസ്സയോടും മറ്റേ ദേവങ്ങളോടുമൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നത് പ്രവർത്തിച്ചാൽ, അങ്ങനെ ചെയ്താൽ മുശ്രിക്കാകുമോ എന്നാണ്. വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന പരിപാടി എന്താണ് എന്ന് സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പുതുതായി മലയാള ഡിക്ഷണറിയിൽ കടത്തിക്കൂട്ടാൻ ശ്രമിക്കുന്ന ഒരു പുതിയ പദമാണ് വിളിച്ച് പ്രാർത്ഥിക്കുക. മുസ്ലിമീങ്ങൾക്കുള്ള പരിപാടി ഒന്നുകിൽ വിളിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. ഈ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നത് ഏത് പദത്തിന്റെ അർത്ഥമാണ്? ഖുർആനിലുള്ള ഏത് പദത്തിനാണ് വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് നിങ്ങൾ അർത്ഥം വെക്കുന്നത്? ഹദീസിലുള്ള ഏത് പദത്തിനാണ് വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് നിങ്ങൾ അർത്ഥം വെക്കുന്നത്? ഇത് സമുദായത്തിൽ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച ഒരു വലിയ വഞ്ചനയാണ്. ഖബർ സിയാറത്തിന് ഖബർ ആരാധന എന്ന് നിങ്ങൾ അർത്ഥം വെച്ച് സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചു. അതുപോലെ വ്യക്തിപരമായ ആദരവിന് വ്യക്തിപൂജ എന്ന് പേരിട്ടുകൊണ്ട് നിങ്ങളതിനെ ശിർക്കാക്കാൻ വേണ്ടി പദപരമാകുന്ന വഞ്ചന നടത്തി. ഇതുപോലെ പദപരമായൊരു വഞ്ചനയാണ് വിളിച്ച് പ്രാർത്ഥിക്കുക എന്നത്. ഏത് പദത്തിന്റെ അർത്ഥമാണ് എന്ന് നിങ്ങൾ ഇനി സംസാരിക്കുന്നതിന് മറുപടി പറയണം. നിങ്ങൾ ചോദിച്ച വിഷയത്തിലേക്ക് ഞാൻ വരാം. ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദ് വ്യക്തമായി പഠിപ്പിക്കാറുണ്ട്. എന്താണ് ആ തൗഹീദ്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന സൂറത്ത് തൗഹീദിന്റെ ആ പരമാർത്ഥമാകുന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ പഠിപ്പിക്കാറുള്ളത്. അതിൽ അല്ലാഹു വിശദീകരിച്ച വിശദീകരണം നാം നൽകുന്നു. അല്ലാഹു സ്വമദ്, അല്ലാഹു തആല സമദീയത്തുള്ളവനാണ്. അതാണ് അല്ലാഹുവിന്റെ ഏകത്വത്തിന്റെ പ്രത്യേകത. സമദീയത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തവും സ്വതന്ത്രവും സമ്പൂർണവുമായ കഴിവിന്റെ ഉടമസ്ഥനാണ്. അഥവാ മറ്റൊരാളിലേക്കും യാതൊരുവിധ കാര്യങ്ങൾക്കും അല്ലാഹു തആല ആവശ്യക്കാരൻ അല്ല. തിരിച്ചിങ്ങോട്ട്
അള്ളാഹു അല്ലാത്ത ഏത് വസ്തുവും ഏത് ആളും ഏത് ശക്തിയും അള്ളാഹുവിലേക്ക് പൂർണ്ണമായും ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഈ വിശ്വാസത്തോടുകൂടെ അങ്ങനെയുള്ളൊരു വ്യക്തിത്വം അള്ളാഹു തആല മാത്രമേ ഉള്ളൂ. ആ അള്ളാഹുവിന് മാത്രമേ ആരാധനയ്ക്ക് അർഹത കൽപ്പിക്കുവാൻ കഴിയൂ. ഇതാണ് ഇസ്ലാമികമായ തൗഹീദ്. അപ്പൊ ആരാധനയ്ക്ക് അർഹത കൽപ്പിക്കണമെങ്കിൽ സ്വന്തവും സ്വതന്ത്രവും സമ്പൂർണവുമായ കഴിവിന്റെ ഉടമസ്ഥനായിരിക്കണം എന്നതാണ് സൂറത്തു തൗഹീദിലൂടെ അള്ളാഹു വിശദീകരിക്കുന്ന മാനദണ്ഡം. ഈ മാനദണ്ഡം പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കുന്നത്. ഇനി ഈ അള്ളാഹുവിന് അല്ലാതെ വേറെ ആർക്കെങ്കിലും സ്വന്തവും സ്വതന്ത്രവുമായ കഴിവുണ്ടെന്ന് നമ്മൾ കൽപ്പിച്ചാൽ അതാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ അങ്ങനത്തെ കഴിവുണ്ടോ ഇല്ലയോ എന്ന് അയാൾക്കറിയില്ല, പക്ഷെ ആരാധനയ്ക്ക് അർഹതയുള്ളതാണ് ഇത് എന്നൊരാളങ്ങ് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അയാൾ അതിനോട് സഹായം ചോദിക്കുന്നു. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അയാൾ അതിന്റെ മുമ്പിൽ കുനിയുന്നു, കുമ്പിടുന്നു, പൂവിടുന്നു, പാടിടുന്നു എങ്കിൽ അത് ശിർക്കാണ്. അപ്പൊ ലാത്തയെയും ഉസ്സയെയും മക്കാ മുശ്രിക്കുകൾ ചെയ്ത തെറ്റ് എന്തെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ അവർ ലാത്തയ്ക്കും ഉസ്സയ്ക്കും ഇവരെ സ്വന്തമായും സ്വതന്ത്രമായും രക്ഷപ്പെടുത്തുവാനുള്ള കഴിവ് ഉണ്ട് എന്നവർ വിശ്വസിക്കുന്നു. യജമാനായ റബ്ബിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ പോലും സമ്മതമില്ലാതെ സ്വന്തമായി ഈ ആരാധിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുവാനുള്ള കഴിവ് ലാത്തയ്ക്കും ഉസ്സയ്ക്കും ഉണ്ടെന്ന് ഈ ആരാധകർ വിശ്വസിച്ചു. ആ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു ചോദിച്ചു, മൻ വല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അള്ളാഹു തആല ചോദിച്ചു, എടാ ലാത്തയെയും ഉസ്സയെയും ആരാധിച്ചുകൊണ്ട് എന്റെ പോലും സമ്മതമില്ലാതെ സ്വന്തമായി അവർ നിങ്ങൾക്ക് ശുപാർശയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ പ്രാപ്തമാണെന്ന വിശ്വാസത്തോടെ നിങ്ങൾ അവരെ മുമ്പിൽ അവരെ വിളിക്കുന്നു, അല്ലെങ്കിൽ അവരോട് ആരാധന അർപ്പിക്കുന്നു. ഇത് 1-ാം നമ്പർ ശിർക്കാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതല്ല, അങ്ങനത്തെ വിശ്വാസം ഇല്ലെങ്കിൽ പോലും ആരാധനയ്ക്ക് അർഹതമാണ് ഈ ലേസ്, ഈ ടവൽ ആരാധിക്കപ്പെടാൻ അർഹമാണ് എന്ന് ഞാൻ അന്ധമായി വിശ്വസിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് ഈ ലേസിനെ ഞാനൊന്ന് മുത്തമിട്ടാൽ അത് ആരാധനയാണ്, അത് ശിർക്കാണ്. ഒരു കല്ല്, വെറും ഒരു കല്ല്, ഈ കല്ലെടുത്തെനിക്ക് ആ കല്ലിൽ എന്തോ ഒരു ദൈവികത്വം തോന്നിയിട്ട് ഈ കല്ലിനെ ഞാൻ വിശ്വസിക്കുന്നു, ഇത് ആരാധനയ്ക്ക് അർഹതയുള്ള കല്ലാണ് എന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്, അന്ധമായി വിശ്വസിക്കുന്നു. ഈ വിശ്വസിച്ചുകൊണ്ട് ഞാനിതിനെ മുത്തമിട്ടാൽ അല്ലെങ്കിൽ ഈ കല്ലിൽ ഞാനൊന്ന് തൊട്ടുമുത്തിയാൽ അത് ആരാധനയായി മാറി. ഈ പറയപ്പെട്ട രണ്ട് കാര്യവും അള്ളാഹുവിന്റെ പ്രവാചകരായ മുഹമ്മദ് നബിയിലോ ബദരീങ്ങളിലോ മുഹീദ്ദീൻ ഷെയ്ഖിലോ റിഫാഇ ഷെയ്ഖിലോ ഭീമ ഉമ്മയിലോ ഒരു വലിയനും ഒരു നബിയിനും ലോക മുസ്ലിംകൾ ആരും കൽപ്പിച്ചിട്ടില്ല. മുഹമ്മദ് നബി തങ്ങൾക്ക് സ്വന്തമോ സ്വതന്ത്രമോ ആയ എന്തെങ്കിലും ഒരു കഴിവുണ്ടെന്ന് ലോക മുസ്ലിംകൾ ആരും വിശ്വസിച്ചിട്ടില്ല. മുഹീദ്ദീൻ ഷെയ്ഖ് ആരാധിക്കപ്പെടാൻ അർഹനാണെന്ന് ആരും വിശ്വസിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു വിശ്വാസം ഇല്ലാത്ത സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടുന്നതും ഓശലന്തങ്ങളെ വിളിച്ച് സഹായം തേടുന്നതും ശിർക്കിന്റെ പരിധിയിൽ പെടുന്നത് അല്ലേ അല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ലാത്തയെ വിളിച്ച് ചോദിക്കുക, അങ്ങനൊരു മുസ്ലിം ചോദിക്കുകയില്ല. ഇതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. ലാത്തയെയോ ഗുരുവായൂരപ്പനെയോ ഉസ്സയെയോ ഒരു മുസ്ലിം വിളിച്ച് ചോദിക്കുകയില്ല. കാരണം അവന്റെ വിശ്വാസപ്രകാരം അവർ ഒരുവിധ സഹായത്തിന്റെ ഉടമസ്ഥരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്, ജീവിച്ചിരിക്കുന്നവർ തആവനുൽ ബിർരി വത്തഖ്വ എന്നല്ലാതെ ലാത്തയോടോ ഉസ്സയോടോ ഗുരുവായൂരപ്പനോടോ വേറെ ഏതെങ്കിലും അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഉള്ള ആളുകളോടോ ഒരു മുസ്ലിം യാതൊരുവിധ കാരണവശാലും ചോദിക്കുകയില്ല. കാരണം ഒന്നുകിൽ അവൻ എന്ത് വിശ്വസിക്കണം, ഇവർക്ക് സ്വന്തമോ സ്വതന്ത്രമായ കഴിവുണ്ടെന്ന് വിശ്വസിക്കണം. അങ്ങനെ ഒരു മുസ്ലിം വിശ്വസിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇവർ ആരാധനയ്ക്ക് അർഹതയുള്ളതാണെന്ന് അന്ധമായെങ്കിലും വിശ്വസിക്കണം. അങ്ങനെയും ഒരു മുസ്ലിം വിശ്വസിച്ചിട്ടില്ല. ഈ രണ്ട് വിശ്വാസവും ഒരു മുസ്ലിമിൽ കടന്നുകൂടാത്തത് കൊണ്ട് ഒരു മുസ്ലിമിൽ നിന്ന് ലാത്തയെ സഹായിക്കണമേ, ഉസ്സയെ സഹായിക്കണമേ, ഗുരുവായൂരപ്പ സഹായിക്കണമേ എന്നൊരു ചോദ്യം സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. അങ്ങനെ ഉണ്ടാകാത്തൊരു കാര്യത്തെക്കുറിച്ച് മറുപടി പറയേണ്ട ആവശ്യവും ഇല്ല. അതുകൊണ്ട് ഒരിക്കലും ഉണ്ടാകാത്ത, ഉത്ഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു അർത്ഥമില്ലാത്ത ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചതെന്നാണ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് സംസാരിച്ചത്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ലാത്ത മുസ്ലിം അല്ലാത്തത് കൊണ്ടാണ്, അഥവാ
ഔലിയാക്കളിൽ സ്വാലിഹീങ്ങളിൽ പെട്ടതല്ലാത്ത ആളല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനോട് ചോദിക്കാൻ പാടില്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം. സൂറത്ത് നജ്മിന്റെ വിശദീകരണമായി ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്കലാനി ബുഖാരിയുടെ ഹദീസിന്റെ വിശദീകരണമായി ഇബ്നു ഹജർ അസ്കലാനി ഫത്ഹുൽ ബാരിയിൽ 16ാമത്തെ വാള്യത്തിൽ അതിന് വ്യക്തമായി വിശദീകരണം കൊടുത്തിട്ടുണ്ട്. റിജാലിൻ സ്വാലിഹീൻ എന്ന് പറഞ്ഞുകൊണ്ട് ലാത്തയെ സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളായിരുന്നു എന്ന് ഇബ്നു ഹജർ അസ്കലാനി അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലാത്ത മുസ്ലിമല്ല അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒരു മുസ്ലിം ഈ ലാത്തയ്ക്ക് താങ്കൾ പറഞ്ഞതുപോലെ സമദിയത്ത് അള്ളാഹുവിന് മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഈ ലാത്ത ഒരു ഔലിയ ഒരു സ്വാലിഹ്യങ്ങളിൽപ്പെട്ട ആളാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഒരു വലിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു മുസ്ലിം സഹായം തേടിയാൽ അത് ശിർക്കാകുമോ അല്ലയോ എന്ന് മാത്രമാണ് എന്റെ ചോദ്യം. നിങ്ങൾ അതിന് മറുപടി പറഞ്ഞില്ല. ഇബ്നു ഹജർ അസ്കലാനി അവിടെ 3 അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് അതിൽ കേവലം ദുർബലമായൊരു അഭിപ്രായമാണ്. അഥവാ 3 അഭിപ്രായം കയ്യില ഇങ്ങനെ അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ. ഒന്ന്, വിഗ്രഹത്തിന്റെ പേരാണ് അസ്നാമി, വിഗ്രഹങ്ങളുടെ പേരാകുന്നു എന്ന് ഫത്ഹുൽ ബാരിയിലുണ്ട്. പിന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഇങ്ങനെ കുറെ നല്ലവരാകുന്ന സാലിഹ്യങ്ങളുണ്ട്, ആ സാലിഹ്യങ്ങളുടെ പേരും ആണെന്ന് അഭിപ്രായമുണ്ട് എന്നാണ് ഫത്ഹുൽ ബാരിയിലുള്ളത്. ആയിക്കോട്ടെ, ആ അഭിപ്രായം എടുക്കുകയാണെങ്കിൽ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞ ഔലിയാക്കന്മാരുടെ പേരാണ് എന്ന അഭിപ്രായം എടുക്കുകയും അങ്ങനൊരു ഒലിയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ആ ഒലി എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സഹായിക്കുവാൻ കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന വിശ്വാസത്തോടെ ബഹുമാനപ്പെട്ട ലാത്ത എന്ന മഹാനായ ഒലിയെ എന്നെ സഹായിക്കണമേ എന്ന് എനിക്ക് ഇസ്തിഗാഥ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. അത് ചെയ്യൽ അനുവദനീയം ആണ്. ആ വിശ്വാസപ്രകാരം ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. ഇതുപോലെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹിസ്സലാമിനെ ആരാധിക്കുന്നു. ഇവിടുത്തെ മുസ്ലിമീങ്ങളായ നാം ഈസാ നബിയുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് പറയുന്നു. ഞാൻ ഈസാ നബിയോട് സഹായം ചോദിക്കുന്നു. ഓ ഈസാ നബിയെ, നബിയുല്ലാഹി ഈസാ, യാ നബിയുല്ലാഹി ഈസാ, ഓ ഈസാ നബി അലൈഹിസ്സലാമാകുന്ന അള്ളാഹുവിന്റെ പ്രവാചകരെ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ സഹായം ചോദിച്ചാൽ അതെനിക്ക് ധർമ്മമുള്ളതാണ്, അതെനിക്ക് ബാധ്യതയുള്ളതാണ്. ആ ചോദ്യം കൊണ്ട് ഞാൻ കുഫ്റാകുന്നില്ല, ഞാൻ ശിർക്കാകുന്നില്ല. ഞാൻ 1-ാം നമ്പർ ഇസ്തിഗാഥയും ഇസ്തിആനത്തുമായി നടത്തിയത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം എന്നെ സഹായിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നേരെ മറിച്ച് സഹോദര മതസ്ഥരായ ആളുകൾ ഈസാ നബി അലൈഹിസ്സലാമിനെ കർത്താവായ യേശു എന്നും ദൈവപുത്രനായ യേശു എന്നും വിശ്വസിക്കുന്നു. ആ വിശ്വാസം വെച്ചുകൊണ്ട് സഹായാർത്ഥന നടത്തിയാൽ അത് ശിർക്കാണ്, അത് കുഫ്റാണ്. അപ്പോൾ ആരോട് ചോദിക്കുന്നു എന്നതല്ല, അതിന്റെ യാഥാർത്ഥ്യവും വിളിക്കുന്നവന്റെ വിശ്വാസവും കൂടി നാം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിനെ യാ നബി അല്ലാഹി ഈസാ, അല്ലെങ്കിൽ മറിയം ബീവി റളിയല്ലാഹു അൻഹാ, മറിയം ബീവിയെ ഇവിടുത്തെ ഇതര സഹോദര മതസ്ഥരാകുന്ന ക്രിസ്ത്യാനികൾ മറിയം ബീവിയെ ദൈവപുത്രിയായും മാതാവായ ദൈവമെന്നുമൊക്കെ അവർ പറയുന്നു. അങ്ങനെ ദൈവീക സങ്കല്പം വെച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ വിളിക്കുന്ന ദുരൂപത്തിൽ വിളിച്ചാൽ ആ വിളി ശിർക്കാണ്. നേരെ മറിച്ച് യാ വലിയത്തല്ലാഹി മറിയം, ഓ അല്ലാഹുവിന്റെ വലിയത്തായ മറിയം ബീവിയെ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ വിളിച്ചാൽ അതെനിക്ക് ഇസ്തിഗാഥയാണ്, അതെന്റെ ധാർമ്മികമായ തൗഹീദിന്റെ പരിധിക്ക് പെടുന്നതാണ്. ഇതുപോലെ ലാത്ത ഒലിയുല്ലാഹി എന്ന കൗല് പ്രകാരം, ലാത്ത അല്ലാഹുവിന്റെ ഒലി എന്ന മഹാത്മാവെന്ന കൗല് പ്രകാരം ആ ചരിത്രം ബോധ്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥ ഒലി എന്ന് കണ്ടെത്തി ഞാൻ അദ്ദേഹത്തോട് സഹായം ചോദിച്ചാൽ അത് തൗഹീദിന്റെ പരിധിയിൽ പെടുന്ന സഹായമാണ്. ആ സഹായം കൊണ്ട് വിളിച്ചാൽ ഒരിക്കലും തൗഹീദിന് പുറത്തു പോകുന്ന പ്രശ്നം ഇല്ലേ ഇല്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് ആദ്യം ലാത്തയെ ഗുരുവായൂരപ്പന്റെ കൂട്ടത്തിൽ കൂട്ടി, ഇപ്പോൾ തിരിച്ച് സ്വാലിഹ്യങ്ങൾ കൊണ്ടുവന്നു. സന്തോഷം. നിർത്ത്. സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കരുത്, സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ പറഞ്ഞതെന്ത്, നിങ്ങളിപ്പോൾ പറഞ്ഞതെന്ത്? നിക്ക്. ഈസാ നബി അലൈഹിസ്സലാമിനെ ഇവിടെ ക്രിസ്ത്യാനികളാകുന്ന ആളുകൾ ആരാധിക്കുന്നത് കൊണ്ട് ഈസാ നബിയെ എനിക്ക് വിളിച്ച് സഹായം ചോദിച്ചുകൂടാ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈസാ നബിയോടല്ല, അള്ളാഹുവിന്റെ ഒരൊറ്റ സൃഷ്ടികളോടും സഹായം തേടാൻ പാടില്ല എന്ന ഏതായത്തിലുള്ളത്? അള്ളാഹുവിനോടല്ലാതെ ഒരൊറ്റ സൃഷ്ടിയോടും സഹായം ചോദിക്കാൻ പാടില്ല എന്ന് ഏതായത്തിലാ ഉള്ളത്? ഏത് ഹദീസിലാ ഉള്ളത്? മുഖാമുഖം തിരിച്ചായോ? ഞാനാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു. ശരി, അതിന്റെ അതിനായത്തുണ്ടോ?
ആയത്ത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ അതിന്റെ അർത്ഥം വെച്ച് ജനങ്ങൾ മനസ്സിലായിക്കോട്ടെ. അങ്ങനെ ആയത്തുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ മടങ്ങണമല്ലോ, തെറ്റിദ്ധാരണ മടങ്ങണമല്ലോ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു. നിന്നോട് മാത്രം. നിങ്ങൾ മാത്രം ഒരുക്കെ വെട്ടിക്കളഞ്ഞു. ഓക്കെ, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക, 2 മിനിറ്റിലും ശ്രദ്ധിക്കണേ. ഇയ്യാക നഅ്ബുദിന്റെ അർത്ഥം ഒരു വഴിത്തിരിവിലേക്ക് പോവുകയാണ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഈ ആയത്ത് അല്ലാഹുവല്ലാതെ ആരോടും സഹായം ചോദിക്കാൻ പാടില്ല എന്നതിന് ഏറ്റവും വലിയ ആയത്ത് എന്നാണ്. നിങ്ങളുടെ പേര്? നിങ്ങൾ മുജാഹിദ് പ്രവർത്തനത്തിന്റെ ഏതെങ്കിലും സാരഥ്യമുള്ള ആളാണോ? ഇല്ല, ഞാൻ സാധാരണക്കാരനായ ഒരു മുജാഹിദ് പ്രവർത്തകനാണ്. മുമ്പ് സുന്നിയായിരുന്നു. സത്യം മനസ്സിലാക്കി മുജാഹിദിലേക്ക് ഒന്നാണ്. അത് വരട്ടെ. അപ്പോ ഇനിയും സത്യം മനസ്സിലാക്കി മടങ്ങി വരാൻ സാധ്യത ഉണ്ടല്ലോ. അല്ല, സത്യം ആത്യന്തികമായി അവസാനമായി മനസ്സിലാക്കി കഴിഞ്ഞു. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അല്ലാതെ ഒരു സത്യമില്ലാതെ മനസ്സിലാക്കി കഴിഞ്ഞു. ആയിക്കോട്ടെ, അത് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം. പക്ഷെ ഈ മനസ്സിലാക്കിയ സത്യത്തിന്റെ സത്യം എന്താണെന്ന് നമുക്ക് ഇപ്പൊ ഒന്ന് മനസ്സിലാക്കാം. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇതിൽ ഇയ്യാക നഅ്ബുദു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് ഈ ഹദീസിന്റെ ഈ ആയത്തിന്റെ അർത്ഥം. ആർക്കും തർക്കമില്ല. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ്. ഇവിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നിഷ്പക്ഷമായി ഇതിന്റെ അർത്ഥവും ആശയം ജനങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി എന്നോടൊന്ന് സഹകരിക്കണം. വാശിക്കല്ല, വൈരാഗ്യത്തിനുമല്ല, സൗഹാർദ്ദ ബുദ്ധി ഒന്ന് സഹകരിക്കണം. നിങ്ങൾ ജീവിതത്തിൽ അല്ലാഹു അല്ലാത്ത ആരോടെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് സഹായം ചോദിച്ചിട്ടുണ്ടോ? ജസ്റ്റ് ഒരു മറുപടി. അള്ളാഹു അല്ലാത്ത സൃഷ്ടികളോട് സഹായം ചോദിക്കുന്നതിന് ഉദാഹരണം പിന്നെ ഉസ്താദ് നേരത്തെ പറഞ്ഞു. ഒരു ഗ്ലാസിങ് എടുക്കുമോ, ഒരു കുറച്ച് വെള്ളം തരുമോ, കുറച്ച് പൈസ. അപ്പോ ആയത്തിന്റെ പിടുത്തം വിട്ടു. എന്താ ആയത്തിന്റെ പിടുത്തം? ഇയ്യാക നഅ്ബുദു നിന്നെ മാത്രം ആരാധിക്കുന്നു, വഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്നതിൽ നിന്ന് സാഹചര്യത്തിന്റെയും സഹകരണത്തിന്റെയും പേരിലുള്ള ചോദ്യമൊക്കെ തൽക്കാലം മുപ്പരം ഒഴിവാക്കി വെച്ചു. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നതിൽ നിന്ന് ഉമ്മ ഭക്ഷണം തരണം, വാപ്പ കടം വീട്ടാൻ 1000 രൂപ തരണം, അനുജ എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കണം, ഭാര്യയെ എന്നോടൊന്ന് സഹകരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള സഹായം തേടൽ ഇത് ശിർക്കല്ല. ഇത് ഏത് തഫ്സീർ പ്രകാരമാണ് നിങ്ങൾ ഒഴിവാക്കിയത്? രണ്ടാമത്തെ എന്റെ ചോദ്യം. കോഴിക്കോട് വലിയ കാലം എംപിച്ചിക്കോയ തങ്ങൾ അല്ല ചിരിച്ചുകളഞ്ഞ ഞാൻ മുഫസ്സിറിന്റെ പേര് കേട്ടോണ്ട് ചിരിച്ചതാണ്. എന്റെ മുഫസ്സിറല്ല, നിങ്ങളുടെ മുഫസ്സിറായണ്ട. നിങ്ങൾ പിരിയുന്നതിന് മുമ്പ് നിങ്ങളുടെയൊക്കെ ഒരുമിച്ചുള്ള കാലഘട്ടത്തിൽ നിങ്ങളുടെ മുഫസ്സിറായോണ്ടായി പറയാം. എവിടെ ഞങ്ങൾ അദ്ദേഹത്തെ മുഫസ്സിറായി ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ അദ്ദേഹത്തെ ഞങ്ങളുടെ മുഫസ്സിറായി പറഞ്ഞാൽ സുന്നികളുടെ കേരളത്തിലെ സുന്നികളുടെ ഓക്കെ കേരളത്തിൽ സുന്നികൾ അദ്ദേഹം മുഫസ്സിറാണ്, അംഗീകൃത മുഫസ്സിറാണ് എന്ന് ഞങ്ങൾ എവിടെ രേഖപ്പെടുത്തി? അപ്പൊ അംഗീകരിച്ചിട്ടില്ലെന്നോ? ചേട്ടാ നിങ്ങളെല്ലാം പറഞ്ഞത്. അല്ല, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിന് മുഫസ്സിർ എന്നല്ല പറയുന്നത്. ശരി, ഖുർആൻ പരിഭാഷ നമുക്കിപ്പോ ആധികാരിക ചർച്ചയിൽ തെളിവല്ല. ശരി, ആധികാരിക ചർച്ചയിൽ പരിഭാഷ തെളിവല്ല. പരിഭാഷ എന്താണ് തെളിവ്? തഫ്സീർ നാമം കൊണ്ട് പറഞ്ഞു. തഫ്സീർ. അപ്പൊ എന്റെ ചോദ്യം തഫ്സീർ വേണ്ട, പരിശുദ്ധ ഖുർആനിൽ തന്നെ ആകട്ടെ ചോദ്യം. ആയിക്കോട്ടെ. നിങ്ങൾ ഇത്രയും ചോദിച്ച ചോദ്യങ്ങൾക്ക് കൺക്ലൂഷനായിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഓക്കെ, ഒരുപാട് പ്രാർത്ഥനകളെ സംബന്ധിച്ചും സഹായം തേടാം. വഴി പിരിയണ്ട. ഞാൻ ചോദിച്ചതിന് മറുപടി നമുക്ക് ആ ഇയ്യാക നഅ്ബുദു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. ഇയ്യാക നഅ്ബുദു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. അത് തന്നെയാണ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഓക്കെ. അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുവാൻ തെളിവുണ്ട് എന്ന് പറയുന്ന നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി നബിമാരുടെ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളുണ്ട്. ചോദ്യം വഴിമാറില്ല. ചോദിക്കണം. ഞങ്ങൾ നിരവധി തെളിവുകൾ പറയട്ടെ. നിരവധി തെളിവുകൾ ബഹുമായിമാഇദയുടെ ആയത്തടക്കമുള്ള നിരവധി തെളിവുകൾ മഹാത്മാക്കളെ വിളിച്ച് സഹായം തേടുന്നതിനും ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചുപോയവരോടും സഹായാർത്ഥന നടത്തുന്നതിനും സഹായം തേടി യാത്ര ചെയ്യുന്നതിനും വളരെ ശക്തവും വ്യക്തവും ആധികാരികവുമായ തെളിവ് ബഹുമാനപ്പെട്ട അലവി സഖാഫി ഇവിടെ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ സംശയം നമ്മളുമായി ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്ത്
അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാൻ പാടില്ല എന്നതിന് നിങ്ങൾ തെളിവാണെന്നും ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അതാണെന്ന് നിങ്ങൾ പറഞ്ഞു. ആ തെളിവാണെന്ന് പറഞ്ഞ ഭാഗം ഒന്ന് ആധികാരികമായി വിശദീകരിക്കാനാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. എന്നിട്ട് ഞാൻ മറുപടി പറയും. എല്ലാ തഫ്സീറുകളിലും അത് അഭൗതികമായ അദൃശ്യമായ സഹായം അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നുള്ളതിന് തെളിവ് തന്നെയായിട്ടാണ് ഓക്കെ ഒരുപാട് തഫ്സീർ അങ്ങനെയുണ്ട്. എക്സാമ്പിൾ ഒരു തഫ്സീർ എന്ന് പറഞ്ഞ് തഫ്സീർ ഖുർത്തുബി തഫ്സീർ ഖുർത്തുബിയിലുണ്ട്. ഓക്കെ ഒന്ന് പറയും. തഫ്സീർ ഖുർത്തുബിയിൽ ഉള്ളത് എന്താണ്? ഇബ്നു കസീറിലുണ്ട്. എന്താണ് തഫ്സീർ? എന്തിനാക്കറിയാമേ? അല്ലാത്തവരോടുള്ള അബോധികമായ എല്ലാ സഹായ തേട്ടങ്ങളും ശിർക്കാണ്. അത് ഈ ആയത്തിന് വിരുദ്ധമാണെന്നല്ലുണ്ട്. അങ്ങനൊന്ന് തെളിയിച്ചു തരാൻ നിങ്ങളെ ഞങ്ങൾ കുതിരശക്തിയോടെ വെല്ലുവിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തെളിയിക്കാൻ സന്നദ്ധമാണ്. നിങ്ങളുടെ ലെറ്റർ പേഡ് എഴുതി തന്നാൽ നമുക്ക് സംവാദം വയ്ക്കാം, തെളിയിച്ചു തരാം. അല്ലാഹു അക്ബർ. ഇതിൽ നിങ്ങൾ പിന്മാറുമോ? മാറില്ല. ഞാനിപ്പോ കാരണം മുഖാമുഖത്തിനാണ് വന്ന തെളിവുകൾ കൊണ്ടുവന്നിട്ടില്ല. ഇത്രയും കിതാബുകൾ നിങ്ങളെ ഉണ്ട്. എന്റെയും കിതാബുകൾ ഒരുപാടുണ്ട്. ഒന്നും കൊണ്ടുവന്നില്ല. നിങ്ങളെ ലെറ്റർ പേഡ് എഴുതി തന്നാൽ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ ഈ ഞങ്ങൾ തയ്യാറാണെന്ന ഈ വാദഗതി നിങ്ങളൊന്ന് എഴുതി ഞങ്ങൾക്ക് തരണം. അതായത് നിൽക്കുന്നേ ഒന്ന് എഴുതി തരണം. അതായത് ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും എഴുതരുത്. നിങ്ങൾ എഴുതി എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഈ ആയത്തിന്റെ അർത്ഥം ഭൗതികമല്ലാത്ത അഭൗതികമായ സഹായം അല്ലാഹു അല്ലാത്ത ആരോടും ചോദിക്കരുത്, അല്ലാഹുവിനോട് മാത്രമെന്നാണ്. ഭൗതികമായ സഹായത്തെ ഇതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്ത് കൊണ്ട് പറഞ്ഞതെന്ന് തഫ്സീറുകളിൽ ഉള്ളതായി തെളിയിക്കാൻ മുജാഹിദ് പക്ഷക്കാരായി ഞങ്ങൾ തയ്യാറാണ് എന്ന് നിങ്ങൾ എഴുതി തരണം. ഇല്ല മോനെ, തഫ്സീറുകളിൽ ഉള്ളത് കേട്ടോ. അല്ല അത് എഴുതിക്കും. ഒരു സംവാദം ഒത്തുകിട്ടുമെങ്കിൽ അൽഹംദുലില്ലാഹ് ഹൈറന്നെ 10 പേര് നന്നാവുമല്ലോ. അവര് ഒരു ക്ലിപ്പ് എടുത്താരെ, ഒരു ഫോട്ടോ എടുത്താരെ, അവര് ആ വാദം സംബന്ധിച്ച് അവര് ഒരു ക്ലിപ്പ് എടുത്താരെ. ഇനി ആർക്കും ആ സമയത്ത് ആർക്കും ചോദിക്കേണ്ട വേറെ അതവർ എഴുതിക്കോട്ടെ. ഇയ്യാക നഅ്ബുദു അല്ല വാക്കാൽ പറഞ്ഞാൽ പോരാ. നമുക്ക് നിങ്ങൾ എഴുതി തരണം. അത് ലെറ്റർ പെടുന്ന ഇപ്പൊ നിങ്ങൾ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ കയ്യൊപ്പ്, നിങ്ങൾ അഡ്രസ് എഴുതി കയ്യൊപ്പ്. ലെറ്റർ പെടുപ്പ് ഇല്ലെങ്കിൽ വെള്ള പേപ്പറിൽ എഴുതി നിങ്ങളൊരു 3-4 പേരുടെ രേഖാമൂലമുള്ള കയ്യൊപ്പ് വെച്ച് തന്നാൽ മതി. ലെറ്റർ പേഡ് കൊണ്ടുവരാൻ ഞാൻ മുജാഹിദിന്റെ നേതാവൊന്നും അല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സാധാരണ ഒരു പ്രവർത്തകനാണ്. നമ്മൾ വെള്ളക്കടലാസ് അതിന് സമയം കളയാം. ലെറ്റർ പേഡൊക്കെ കയ്യിലുണ്ടാവും, ഉറപ്പല്ല ഉണ്ടാവില്ല. വേഗം എഴുതിക്കാം, വെള്ളക്കടലാസിൽ വേഗം എഴുതിക്കാം. അത് എഴുതിയിട്ട് വേഗം തീരുമാനമാക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞതിന് അഭൗതികമായ ചോദ്യത്തും അഭൗതികമായ രൂപത്തിൽ ചോദിക്കുന്നത് ശിർക്കാണ്. അത് ഈ ആയത്തിന്റെ പരിധിക്ക് പുറത്താണ് എന്ന് എല്ലാ തഫ്സീറുകളിലുമുണ്ട്, ഖുർത്തുബിയിലുമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് പെട്ടെന്ന് എഴുതി തരട്ടെ. ഒരു വിഷയം സംഗതി വരെ രൂപപ്പെടാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. മുജാഹിദ് മൗലവിമാർ ഇദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുള്ള ദുർവ്യാഖ്യാനത്തിന്റെ കാറ്റ് പൊഴിയാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. അത് എഴുതി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ചോദ്യം ഇൻഷാ അല്ലാഹ്. നല്ല കാര്യമാണ്. അതിനൊക്കെ നമുക്ക് കിട്ടൽ വളരെ അപൂർവമാണ്. പിന്നെ എഴുതിക്കോളൂ. ഇങ്ങളെ ഇനി പിന്തിരിപ്പിക്കല്ലേ? അയാൾ എഴുതട്ടെ. നമ്മളെ പിന്തിരിപ്പിക്കരുത്. വിഷയം പിന്തിരിപ്പിക്കൽ. അതിന് ഓരോ കാരണങ്ങൾ പറഞ്ഞ് പിന്തിരിപ്പിക്കല്ലേ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. 5000-ഓളം ആളുകൾ നമ്മുടെ സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ ഈ സംഭവം നേരിട്ട് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുകയാണ് ഇന്റർനെറ്റിലൂടെ. അല്ലാഹു അവർക്കും ബറക്കത്ത് ചൊരിയുമാറാവട്ടെ, ഐശ്വര്യവും റാഹത്തും സന്തോഷവും വർദ്ധിപ്പിക്കുമാറാവട്ടെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് പലരും ഈ മെസ്സേജിലൂടെ കൈമാറിക്കൊണ്ടിരിക്കുന്നു. ചെയർമാൻ നമ്മുടെ കൊല്ലം മിസ്ബാഹി സാഹിബ് ഇവരവിടെ ഉണ്ട്. അദ്ദേഹം പ്രത്യേകം അവർക്കൊക്കെ വേണ്ടി ദുആർക്കണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു അവർക്കും അതിന്റെ പ്രവർത്തകന്മാർക്കും ഐശ്വര്യവും ബറക്കത്തും വർദ്ധിപ്പിക്കുമാറാവട്ടെ. അപ്പൊ ഇതൊരു ചരിത്രത്തിൽ ഒരു പുതിയ ഒരു അധ്യായം രചിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ഈ പ്രദേശത്തുള്ള മുഖാമുഖം. എഴുതുന്നത് ആശയം നമ്മൾ വിട്ടുപോകരുത്. നമ്മൾ ആശയം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിൽ നിന്ന് അഭൗതിക മാർഗത്തിലുള്ള ചോദ്യം ആയത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്താണെന്നും അത് ശിർക്കാണെന്നും ആര് പറഞ്ഞിട്ടുണ്ട്? തഫ്സീറുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്.
ഇമാം ഖുർത്തുബിയും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പൊ നമ്മുടെ വിഷയം. അതിവിടെ തെളിയിക്കപ്പെടാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. എഴുതി പൂർത്തിയായി, ഇപ്പോൾ വായിക്കും. അദ്ദേഹം പറയാൻ രണ്ട് സാക്ഷികളെ കൂടി സാക്ഷികൾ ആ കൂടി എല്ലാവരും ഒന്ന് ഒപ്പിടുന്നത് നല്ലതാണ്. മുജാഹിദിന്റെ ഒന്ന് ഒപ്പിടുന്നതിന് മുമ്പ് ഒന്ന് വായിച്ച് കേൾക്കട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞതിനാണ് എഴുതിയെന്നുള്ള മൈക്കോടുക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ വിശദീകരണമായി എല്ലാ തഫ്സീറുകളിലും അല്ലാഹു അല്ലാത്തവരോടുള്ള അഭൗതികമായതും ഗൈബിയായതുമായ സഹായം തേടലുകൾ, പ്രാർത്ഥനകൾ തെറ്റാണെന്നും ഒന്നുകൂടെ ഒന്ന് അഭൗതികമായതും ഗൈബിയായതുമായ സഹായം തേടലുകൾ നേരത്തെ പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു, പറഞ്ഞില്ല. അല്ല, തെളിവുണ്ടോ ഇല്ലെന്നുള്ള നിങ്ങൾ പറഞ്ഞത് എഴുതിയാൽ മതി. നിങ്ങളിനി അതിൽ പിടിക്കണ്ട. അതല്ല, അതിൽ പിടിക്കണ്ടെന്നോ? അതുകൊള്ള നിങ്ങൾ പറയാത്തൊരു പോയിന്റ് എന്തിനാ ആധികാരികം ഒരു എഴുത്തല്ലേ അത്? അല്ല, നിങ്ങൾക്ക് വയ്യാങ്കിൽ പറഞ്ഞാൽ പറഞ്ഞത് ഈ ശൈലിയായത് ഇതാപ്പോ നിങ്ങൾ സത്യം മനസ്സിലാക്കി അങ്ങോട്ട് പോയപ്പോ കിട്ടിയ ശൈലിയല്ലേ? ഞാൻ പറഞ്ഞു, ഇതിപ്പോ ഈ ഒരു പദത്തിൽ പിടിച്ചിട്ട് നിങ്ങൾക്ക് പിന്മാറാനാണ് താല്പര്യം, അങ്ങനെയാ? അതേ പദം തന്നെയല്ലേ പ്രശ്നം. ഇയാക്കാൻ ഇഷ്ടയും ആ ഒറ്റ പദമാ പ്രശ്നം. അത് തന്നെയാണ്. അപ്പൊ അതിന് ഗൈബ് വരും എന്നുള്ള കാര്യത്തിൽ നേരത്തെ പറഞ്ഞത് എഴുതാൻ നമ്മൾ പറഞ്ഞില്ല. എഴുതുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞു തന്നെ എഴുതിയത് നമുക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എഴുതി വെക്കുന്നുണ്ട് വിരോധമില്ലല്ലോ. അപ്പൊ അല്ലാഹു അല്ലാത്തവരോടുള്ള അഭൗതികമായതും ഗൈബിയായതുമായ സഹായം തേടലുകൾ അഥവാ പ്രാർത്ഥനകൾ തെറ്റാണെന്നും അത് ശിർക്കാണെന്നും വ്യക്തമായിട്ടുള്ളത് ഞാൻ തെളിയിക്കുവാൻ സന്നദ്ധനാണ്. അങ്ങനല്ലല്ലോ പറഞ്ഞു എഴുതിയത്. ഒരുപാട് എല്ലാ തഫ്സീറുകളിലും അത് തെളിയിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഖുർത്തുബിയിൽ ഈ ആയത്തിന്റെ തഫ്സീറിൽ എല്ലാ തഫ്സീറുകളിലും പ്രത്യേകിച്ച് ഖുർത്തുബിയിലും തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എല്ലാ തഫ്സീറുകളിലും എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അല്ല, വായിച്ചു കേട്ടില്ല. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ വിശദീകരണമായി എല്ലാ തഫ്സീറുകളിലും അംഗീകരിക്കപ്പെട്ട അല്ലാഹു അല്ലാത്തവരോടുള്ള അഭൗതികമായതും ഗൈബിയായതുമായ സഹായം തേടലുകൾ, പ്രാർത്ഥനകൾ തെറ്റാണെന്നും അത് ശിർക്കാണെന്നും വ്യക്തമായിട്ടുള്ളത് ഞാൻ തെളിയിക്കുവാൻ സന്നദ്ധനാണ് എന്ന് എന്റെ പേരും ഒപ്പുമെല്ലാം ഉണ്ട്. ഈ ഞാൻ തെളിയിക്കാൻ തയ്യാറാണെന്നുള്ളത് വ്യക്തിപരമായിട്ടാണോ നിങ്ങൾ എഴുതിയേക്കുന്നത്? സംവാദമാകുമ്പോൾ സംഘടനപരമായിട്ടാണല്ലോ. അതെ. നിങ്ങൾ ഏത് മുജാഹിദിന്റെ ഗ്രൂപ്പാണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഔദ്യോഗിക മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനാണ്. ഞാൻ നേതാവല്ല എന്ന് ആദ്യമേ ഞാൻ പറഞ്ഞു. മതി. നിങ്ങൾ ഔദ്യോഗിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനാകുമ്പോൾ പ്രവർത്തകനായ നിങ്ങളുടെ ആഗ്രഹമനുസരിച്ച് സഹകരിക്കുന്ന നേതാക്കന്മാരുടെ ബാധ്യതയാണ്. തീർച്ചയായും. അപ്പൊ നിങ്ങൾ ഏത് ഗ്രൂപ്പുമായിട്ടാണ് സഹകരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഔദ്യോഗിക ഗ്രൂപ്പാണ്. അതൊന്ന് എഴുതിയത് ഔദ്യോഗിക ഗ്രൂപ്പായ KNM-ന്റെ വക്താവായ ഞാൻ എന്നൊന്ന് എഴുതിയത്. അത് നിങ്ങൾ ആദ്യം നിങ്ങൾ ആരാണെന്നും ഇന്ന ഗ്രൂപ്പിൽ ആമുഖത്തിൽ അത് എഴുതി തലിക്ക് നിങ്ങളുടെ പേര് എഴുതിയിട്ട് അഡ്രസ് എഴുതിയിട്ട് ഔദ്യോഗിക മുജാഹിദിന്റെ ഗ്രൂപ്പായ ഞാൻ കുറിക്കുന്ന വിഷയം എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. അപ്പൊ നിങ്ങളോട് സഹകരിച്ച അവരുടെയും കൂടി ഒപ്പത് വെച്ചാൽ മതി. ഇതില് തെളിയിക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. സംവാദത്തിന് തയ്യാറെന്നില്ല, നേതാക്കളെ കൊണ്ടുവരുന്നു പറഞ്ഞിട്ടില്ല, എഴുതിയിട്ടില്ല. അല്ലല്ല, നിങ്ങൾ നേരത്തെ ഞങ്ങൾ സംവാദം നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടി അതിലാണ്ട് എഴുതി ചേർത്താൽ അത് എഴുതി ചേർക്കണം. മൂപ്പർക്ക് എതിർപ്പിച്ച സംവാദം നടത്താൻ അതിന് വേണ്ടി തെളിയിക്കാൻ, സംവാദത്തിൽ തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് എഴുതിയതന്നെ. നേതാക്കളെ കൊണ്ടുവന്ന് നടത്താൻ അത് നേതാക്കളെ കൊണ്ട് സംവാദത്തിൽ തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് മൂപ്പർ അത് കത്തല്ല വന്ന വിഷയം. കത്തല്ല നമ്മളെ വിഷയം കത്തല്ല. പ്രവർത്തകനായ ഞാൻ ഈ എന്റെ നേതാക്കളിൽ നിന്ന് ഇത് സംബന്ധിച്ച് സംവാദം നടത്താൻ തയ്യാറാണെന്ന് കത്ത് ഞാൻ മേടിച്ചു. കത്ത് നമുക്ക് വാങ്ങാൻ, നമ്മളെ വിഷയം അതല്ല. നിങ്ങൾ കത്ത് കൊണ്ടുതരും എന്നല്ല ഞങ്ങൾ ആദ്യം പറഞ്ഞത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇങ്ങനെ ഉണ്ട്, എല്ലാ തഫ്സീറിലും ഉണ്ട്. ഏത് അഭൗതികമായത് ഈ ആയത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്താണ്, അങ്ങനെ ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് എല്ലാ തഫ്സീറിലും ഉണ്ട്, പ്രത്യേകിച്ച് ഖുർത്തുബിയിലുണ്ട്. അത് ഞാൻ സംവാദത്തിൽ വെച്ച് തെളിയിക്കും എന്നങ്ങൾ പറഞ്ഞത്. അതിന് തയ്യാറാണെന്നാൽ കത്ത് കൊണ്ടുവരാന്നല്ല, കത്ത് എല്ലാവർക്കും ഇവിടുന്ന് കൊണ്ടുവരാം. അതാണ് എഴുതിക്കാൻ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത്. അല്ല, ഒന്നുകൂടി സംവാദത്തിൽ എഴുതിയിട്ടില്ല, അതുകൊണ്ട് എഴുതിക്കാൻ സംവാദത്തിൽ വെച്ച് തെളിയിക്കാൻ തയ്യാറാണ്. അങ്ങനെ തന്നെ എഴുതി സംവാദത്തിൽ വെച്ച് തെളിയിക്കാൻ തയ്യാറാണ് എന്ന് തന്നെ എഴുതിയാലേ വിഷയം തീരുമാനമാവുമല്ലോ. വേറെയാണ് തീരുമാനമായ നമുക്ക് അത്രയും കാര്യമില്ലേ എന്ന്. അതിനായി സംവാദം സംഘടിപ്പിക്കുവാനും സന്നദ്ധനാണ്.
അങ്ങനല്ല നിങ്ങൾ പറഞ്ഞത്. സംവാദത്തിൽ വെച്ച് ഞാൻ തെളിയിക്കാൻ സന്നദ്ധനാണ് എന്നാ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ പറയണം. നമ്മൾ പറഞ്ഞത് അതെ, സംവാദം നടത്തുമ്പോൾ അത് വെച്ച് തെളിയിക്കും. അല്ല, അതൊക്കെ വേറെ വർത്താനാണ്. ഇപ്പൊ എഴുതേണ്ടത് എന്താണെന്നപ്പോ ഞാൻ പറഞ്ഞത്. സംവാദത്തിൽ വെച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണെന്ന് നിങ്ങൾ എഴുതണം. നിങ്ങൾ പറയുന്ന കണക്ക് ഞാൻ എഴുതരാം. നിങ്ങൾ പറഞ്ഞതൊക്കെ എഴുതണ്ട. നിങ്ങൾ പറഞ്ഞത് എഴുതിയാൽ മതി. അല്ല, ഞങ്ങൾ പറഞ്ഞതൊക്കെ പറഞ്ഞാൽ എഴുതുകയാണെങ്കിൽ എന്നാ എഴുതണം. മുജാഹിദ് പ്രസ്ഥാനം പിഴച്ചതാകുന്നുണ്ട് എഴുതുങ്ങൾ. പിന്നെ ആ പറഞ്ഞ വർത്താനം ഞങ്ങൾ പറഞ്ഞതൊക്കെ പറഞ്ഞെങ്കിൽ എഴുതുകയാണെങ്കിൽ അതൊന്നും പറയണ്ട. നിങ്ങൾ പറഞ്ഞത് എഴുതാനാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഈ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞത് എഴുതാനാണ് നമ്മളെ തീരുമാനം. അത് പറയുങ്ങൾ എന്തെങ്കിലും പറയാൻ പറ്റും. സംവാദം സംഘടിപ്പിക്കുവാനും അത് തെളിയിക്കുവാനും സന്നദ്ധനാണ്. ഓക്കെ. എന്ന് നിങ്ങളെ പേരെഴുതി ഒപ്പുവെക്കൂ. അടുത്തുള്ള ആളുകൾ സാക്ഷി എഴുതട്ടെ. ഒന്ന് സാക്ഷി ഒന്ന് വെച്ചു. ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും സാക്ഷി ഒന്ന്. കുറച്ചുപേര് ഒപ്പിടാൻ തയ്യാറല്ല. അല്ല, ഒപ്പുകളൊക്കെ വേണം. ഒക്കെ സാക്ഷികളാണ്. അതാ അതെന്താ നിങ്ങൾ ഒപ്പുള്ള നിങ്ങളെ കൈയൊഴിയുന്ന അതെന്താ? ഒരു മടവൂർ ഗ്രൂപ്പ്. അത് ശരി. ഒരു മടവൂർ ഗ്രൂപ്പാണ്. മൂപ്പറാണ് മൗലവി ഗ്രൂപ്പ്. അല്ല, മറ്റേ ആൾ ഇസ്ലാമി മാസിക വായിച്ച ആള് മൂപ്പരല്ലേ ഒപ്പിടണല്ലോ. നിങ്ങൾ ഔദ്യോഗിക വിഭാഗമല്ലേ? ഒന്ന് ഒപ്പിടും. നിങ്ങൾ ഇസ്ലാമി മാസിക വായിച്ച ആളല്ലേ? നിങ്ങൾ ഔദ്യോഗിക അവര് അത് എഴുതപ്പെട്ടപ്പോ അയാൾ പറയാൻ ഞാൻ അനുഭാവി എന്നാണ് പറയപ്പെട്ടത്. അതൊക്കെ ശരിയാണ്. ഞാൻ പ്രവർത്തകനാണ്. അതെ, ഞാൻ തിരുവനന്തപുരത്തെ പരുത്തിക്കുഴി എന്ന് പറയുന്ന ജംഗ്ഷനിലെ അവിടുത്തെ ISM-ന്റെ പ്രവർത്തകനാണ്. മടവൂർ ഗ്രൂപ്പോ മറ്റേ ഗ്രൂപ്പോ? മുജാഹിദിന്റെ മടവൂർ ഗ്രൂപ്പല്ല. മടവൂർ ഗ്രൂപ്പല്ല, മറ്റേ ഗ്രൂപ്പിന്റെ പ്രവർത്തകനാണ്. അപ്പൊ എനിക്ക് എന്റേതായിട്ടുള്ള തീരുമാനങ്ങൾ ഇത് പറഞ്ഞ് സംസാരിച്ച് അവിടെ തീരുമാനിച്ച് അത് പണ്ഡിതന്മാരുമായിട്ട് ചർച്ച ചെയ്തിട്ട് എനിക്ക് സംസാരിക്കും. എനിക്ക് ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പ്രവർത്തകന്മാർക്ക് ഇതിന്റെ കള്ളി അറിയാം. അത് തെളിയിക്കാൻ കഴിയില്ലെന്നറിയാം. മറ്റേ മൗലവിമാർക്ക് ഒരു സാധിക്കണത്. മറ്റേ ആളിപ്പോ മതം മാറി വന്നിട്ടല്ലേ. മൂപ്പർക്ക് ഇപ്പത് കള്ളി അറിയില്ലല്ലോ. മൂപ്പർ ആവേശത്തിന് ഒപ്പിട്ടതാണ്. ഇൻഷാ അല്ലാഹ് സംവാദം വരട്ടെ. മുജാഹിദിന്റെ ഈ വിഷയത്തിൽ ഞങ്ങൾ ബാലിശമായ വാദം കുടിച്ചുകൂടുന്ന ദിവസം അത് വിദൂരമല്ല. വരട്ടെ വാദപ്രതിവാദം. അപ്പൊ നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. ചോദിക്കട്ടെ. അനുഭാവി എന്നല്ല, KNM-ന്റെ ഔദ്യോഗിക പ്രവർത്തകനാണെന്ന് അത് എഴുതിയിട്ടുണ്ട്. അത് എഴുതിയിട്ടുണ്ട്. മറ്റേ ആൾ പറഞ്ഞത് തെറ്റാണ്. അത് ശരിയല്ല. അപ്പൊ എഴുതിയെന്ന് പറഞ്ഞാൽ ഒന്ന് വായിച്ചെടുത്ത ഞാൻ KNM ഔദ്യോഗിക വിഭാഗത്തിന്റെ പ്രവർത്തകനാണ്. അപ്പൊ നിങ്ങൾ വീണ്ടും നുണ പറഞ്ഞു. അപ്പൊ അത് വീണ്ടും നുണ പറഞ്ഞു. ഇയാൾ പ്രവർത്തകനാണ്, അനുഭാവി എന്നാണ് ഇയാൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് ശരിയല്ല. ഇങ്ങനെ നോക്കി നുണ പറയുന്ന ഇത് നമ്മൾ തമ്മിൽ വേണോ? നേർക്ക് നേരെയാവുമ്പോ എത്ര നുണ പറയണോ? ഒരു കാര്യം പറയട്ടെ. അതെ അതെ. അയാളും ഞാനുമായിട്ട് രണ്ട് സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്. നമ്മൾ തമ്മിൽ ഇവിടെ വന്നിട്ടാണ് പരിചയപ്പെട്ടത്. അപ്പൊ ഞാൻ അനുഭാവിയാണോ പ്രവർത്തകനാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അത് വരട്ടെ, അങ്ങനെ വരട്ടെ. നിങ്ങൾ പ്രവർത്തകൻ തന്നെയാണ്. ഞങ്ങൾക്ക് ഉറപ്പല്ല നിങ്ങൾ മുജാഹിദ് പ്രവർത്തകനാണെന്ന്. ആർക്കാരും സംശയമുള്ളത്? അല്ല, അദ്ദേഹത്തിന് അതിൽ നിങ്ങൾ കുറ്റപ്പെടുന്നില്ല. അയാൾക്ക് നേരത്തെ റെഡി. ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളെപ്പോലത്തെ ആളുകളെയാണ്. നിങ്ങൾ സത്യം മനസ്സിലാക്കാൻ വേണ്ടി എമ്പൽ കൊള്ളുന്ന പരിപാടി. നമുക്ക് സന്തോഷമുള്ളൂ. ഒരു കാര്യം ചോദ്യം ഇവിടെ അവശേഷിക്കുന്നില്ല. ചോദ്യം അവശേഷിക്കില്ല. ഞാൻ മറുപടി പറഞ്ഞതാണ്. മറുപടി പറയാത്തൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നില്ല. അത് വേറെ കാര്യം. ഞാൻ മറുപടി ചോദ്യം ചോദിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഇടയ്ക്ക് കയറി ഇത് പറഞ്ഞത്. അതെ, ഞങ്ങൾ ഖുർആനിൽ നിന്നും അല്ലാഹു അല്ലാത്ത ആരോടെങ്കിലുമുള്ള ഒരു സഹായം തേടൽ പ്രാർത്ഥന ആയി ഉദ്ധരിക്കപ്പെടുവാൻ ഏതെങ്കിലും ഒരു നബിയുടെ പ്രാർത്ഥന തെളിവായി നിങ്ങൾക്ക് തരാമോ? ഒരു നബിയുടെ പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയ്ക്ക് സഹായം തേടലിന് തെളിവായി നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്നാണ് ചോദ്യം. മറുപടി ഞാൻ പറയാം. അതിന് മുമ്പൊരു കാര്യം പറയാം. അതൊന്നും വായിക്കണ്ടേ? ഒന്ന് വായിച്ചാൽ ശരിക്കും അത് ശരി. അതിന്റെ ഇടയിൽ പെടുത്താൻ ഞാൻ മറന്നു പോണ്ട. സാക്ഷിയായിട്ട് നമ്മളെ വന്ന ഒരാൾ ഒപ്പിടണം. മുഖാമുഖം കളിയിക്കാവള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓക്കെ. നിസാർ, ഞാൻ KNM ഔദ്യോഗിക വിഭാഗത്തിന്റെ പ്രവർത്തകനാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ വിശദീകരണമായി എല്ലാ തഫ്സീറുകളിലും ബ്രാക്കറ്റിൽ അംഗീകരിക്കപ്പെട്ട അല്ലാഹു അല്ലാത്തവരോടുള്ള അഭൗതികമായതും ഗൈബിയായതുമായ സഹായം തേടലുകൾ, അതായത് പ്രാർത്ഥനകൾ തെറ്റാണെന്നും അത് ശിർക്കാണെന്നും വ്യക്തമായിട്ടുള്ളത് ഞാൻ തെളിയിക്കുവാൻ സന്നദ്ധനാണ്. അതിനായി സംവാദം സംഘടിപ്പിക്കുവാനും തെളിയിക്കുവാനും സന്നദ്ധനാണ് എന്ന് M. നിസാർ, ഹിറ, കുറ്ററ, വാമനപുരം 9496813024. ഒരു കാരണ സമയം കണ്ടില്ല അല്ലേ? അതൊരു ഒന്ന് വേണ്ടേ? കാലാവധി ഒരു മാസത്തിന്റെ ഉള്ളിൽ നിന്ന് എഴുതാനല്ലേ? ഒരു രസമല്ലേ? മറ്റേ നമ്മളിങ്ങനെ അന്തം വിട്ട് അനന്തമായിട്ട് പോയാൽ പറ്റൂലല്ലോ. ഒരു കാലാവധി. അല്ല, അത് പിന്നെ കൂടാ. അല്ല, അത് നിങ്ങൾ ഈ കത്ത് സ്വീകരിച്ചു. അതെ, നിങ്ങൾ സന്നദ്ധമാണെന്ന് നിങ്ങൾ എഴുതണം. ഉറപ്പല്ല. ഞങ്ങൾ ഇപ്പൊ തന്നെ പരസ്യമായിട്ട് 100 കണക്കിന് ആളെ മുമ്പിലല്ലേ ഞങ്ങൾ സന്നദ്ധമാണ്. 1000 കുതിരശക്തിയോടെ ഞങ്ങൾ സന്നദ്ധരാകുന്നു.
ഒരു പ്രശ്നമുള്ള കാര്യമില്ല. അപ്പൊ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് എഴുതി തരണം, എന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ സന്നദ്ധനാണെന്ന് എഴുതി തരണം. അല്ല, ഇല്ല, എഴുതി തരണ്ടെന്ന് കണ്ടില്ലേ? ഞങ്ങൾ അത്ര എഴുതാൻ തയ്യാറാണ്. അല്ലാഹ്, ഞങ്ങൾ സന്നദ്ധത ഞങ്ങൾ അറിയാതെ പ്രഖ്യാപിച്ചു പോവുകയാണ്. അതല്ലേ ഞങ്ങളിതിൽ ആവേശം കൊണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറയുന്നത് വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീർ, അതിൽ അമ്പിയാക്കൾ ഔലിയാക്കളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് ഉണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ പറയുന്നു തഫ്സീറുൽ ഖുർത്തുബി പോകട്ടെ, ലോകത്തുള്ള തഫ്സീറായ തഫ്സീറുകൾ ഏതെടുത്ത് പരിശോധിച്ചോളൂ, അതിലൊന്നും തന്നെ അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം ചോദിക്കൽ ശിർക്കാണെന്ന്, കുഫ്റാണെന്ന് തെളിയിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല, യാതൊരു സംശയവുമില്ല. കാരണം എന്താ? എല്ലാ മുഫസ്സിറുകളും പറഞ്ഞിട്ടുള്ളത് മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നത് അത് തൗഹീദാണ്, അത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തന്നെ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞതെന്താ? വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഐ ഫീ ഉമൂരിനാ കുല്ലിഹാ, ഐ ഫീ ജമീഉൽ ഉമൂരി. തഫ്സീറുകളിൽ കാണാം, മുഴുവൻ കാര്യങ്ങളിലും എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾ അല്ലാഹുവേ നിന്നോടാണ് സഹായം ചോദിക്കുന്നത്. അഭൗതിക കാര്യങ്ങളിലും എന്നല്ല, മറന്ന കാര്യങ്ങളിലും എന്നല്ല, എല്ലാ കാര്യങ്ങളിലും നിന്നോടാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. എത്രത്തോളം തഫ്സീറുകൾ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. നിന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ അല്ലാഹുവിനോട് ചോദിച്ചോ, ഭക്ഷണത്തിൽ ഉപ്പില്ലേ അല്ലാഹുവിനോട് ചോദിച്ചോ. സഹോദരന്മാരെ, നമുക്ക് കാണാൻ കഴിയുന്നു എല്ലാ തഫ്സീറുകളിലും ഇത് രേഖപ്പെടുത്തപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇങ്ങനെ ഒരു വാദം ഇവിടെ നിലനിൽക്കുന്നില്ലേ ഇല്ല. മുജാഹിദ് പറയുന്ന ഈ വാദമുണ്ടല്ലോ, ഇത് ശിർക്കാണെന്നും ഇത് കുഫറാണെന്നും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനമാണെന്നും ഒരാളും പറഞ്ഞിട്ടില്ല. അത് ഈ മുജാഹിദ് മൗലവിമാരുടെ പോക്കറ്റിൽ നിന്നുണ്ടാക്കിയെടുത്ത ദുർബലമായ വാദങ്ങളാണ്. പ്രമാണങ്ങളുടെ പിൻബലം ഇല്ല. ഒന്ന്. ഇനി അദ്ദേഹം ചോദിച്ച ചോദ്യമുണ്ട്, എന്താ? ഏതെങ്കിലും ഒരു നബി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് മറ്റ് ഒരു നബിയോട് സഹായം ചോദിക്കണം, മഹാത്മാക്കളോട് സഹായം ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? തെളിയിക്കാമോ എന്നാണ്. ഞാനതിന് മറുപടി പറയുന്നു, ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിയിക്കുക, ഹദീസ് കൊണ്ട് തെളിയിക്കുക, പ്രമാണങ്ങളെ കൊണ്ട് തെളിയിക്കുക എന്നതല്ലാതെ ഇന്ന നബി ഇന്ന ആളോട് ചോദിച്ചു എന്ന് പറയുന്ന ഒരു ആയത്ത് ഉണ്ടായെങ്കിലേ അത് അനുവദനീയമാകൂ എന്ന ഒരു നിയമം ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല. ഉണ്ടെങ്കിലല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ ഉണ്ടെങ്കിലല്ലേ സഹോദരന്മാരെ ആ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. നമുക്ക് വേണ്ടതെന്താ? ഇത് സ്ഥിരപ്പെട്ട കാര്യമാണെന്ന് പറയാൻ ഖുർആനിൽ തെളിവുണ്ടോ, ഹദീസിൽ തെളിവുണ്ടോ, ഇജ്മാഉണ്ടോ, ഖിയാസുണ്ടോ, പ്രമാണമുണ്ടോ? ഇതാണ് വിഷയം. അത് ഇവിടെ തെളിയിക്കപ്പെട്ടതുമാണ്. അതുകൊണ്ട് ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്, മറുപടി അർഹിക്കാത്ത ചോദ്യമാകുന്നു. അസ്സലാമു അലൈക്കും. ഏതായിരുന്നാലും വളരെയധികം പ്രയോജനപ്രദമായ ഒരു മുഖാമുഖമാണ് ഇത് എന്ന് വ്യക്തമായിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അതന്നെ നമുക്കും വേണ്ടത്. ഒരു സഹോദരൻ പറഞ്ഞ ആ ആയത്തിന്റെ തഫ്സീറുകൾ ഉൾപ്പെടെ അദ്ദേഹം തെളിയിക്കാമെന്ന് സമ്മതിച്ചെഴുതി തന്നു. ഇനി എനിക്ക് ചോദിക്കുവാനുള്ളത്, ഞാൻ ചോദിച്ച ചോദ്യത്തിന് തെളിവുകളായിട്ട് ഹദീസായിട്ട് ഉദ്ധരിച്ച ഒരു കാര്യമുണ്ട് നേരത്തെ. പിന്നെ മൗലവി അവസാനമായിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ വന്ന് ചോദിച്ചതായിട്ടും പറഞ്ഞു. അത് ഹദീസാണ് എന്ന് തെളിയിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞ് താങ്കൾ ഒരു കത്ത് തരിക. അത് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചു കത്ത് തരാം. അത് ഞാൻ അത്ര പൊട്ടനല്ലല്ലോ, എന്നാലല്ലേ ഞാനത് ഹദീസാന്ന് പറയുള്ളൂ. കാരണം എന്തേ? ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ മാഷന്മാരല്ലേ, ഗതി ഇസ്ലാം അറിയില്ലല്ലോ. ഹദീസ് എന്ന് പറഞ്ഞാ മാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ഖാലഹു ഔ മാ ഖററഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ അല്ലെങ്കിൽ ചെയ്തതാ അല്ലെങ്കിൽ മൗലാനപദം നൽകിയതിനാ ഹദീസിന് സാങ്കേതികമായിട്ട് പറയാ. ഇത് ഹദീസാന്ന് പറഞ്ഞാൽ എഴുതി ഒപ്പിട്ടെടുക്കണത്. അതിന് ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളാകണ്ടേ, അത്ര കഥയില്ലാത്ത ആളാകണ്ടേ, ഞാൻ മതം പഠിച്ചവനാണ്. അത് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ പറഞ്ഞതെന്താ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇപ്രകാരം ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഇയാൾ ചോദിച്ചു ആ ഹദീസ് എവിടെയാണ്? അത് ഹദീസല്ല, ഹദീസാണ് നബി തങ്ങൾ പറയണ്ടേ ചെയ്യണ്ടേ, അതുപോലും അറിയില്ല ഈ സാധുവിന്. നേരത്തെ ആ ബഹളം വെക്കുകയാണ്, നിങ്ങൾ പറഞ്ഞാൽ അത് ഏത് ഹദീസിന്റെ കിതാബിന്? ആ ചോദ്യം തന്നെ അപ്രസക്താണ്. അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അത് ഏത് ചരിത്ര ഗ്രന്ഥങ്ങളിലാ വന്നത്, ഏത് ചരിത്ര കിതാബിലാ വന്നത് പറഞ്ഞിട്ടുള്ളത്? ചോദിച്ചോളൂ, ഞാൻ കിതാബ് തന്നെ കാണിച്ചു തന്നില്ലേ. എന്നിട്ട് ചോദിച്ചാൽ അത് ഹദീസാണ്, ഞാൻ എഴുതി ഒപ്പിടണം. ആ പൂതി മനസ്സിലവ വെച്ചോ, അത് വിവരമുള്ളവർക്ക് മുമ്പിൽ നടക്കൂല മൗലവിമാരെ. അതാണ് നമുക്ക് പറയാനുള്ളത്. അൽഹംദുലില്ലാ, ഒരു കാര്യങ്ങൾക്ക് പഠിപ്പിച്ചെന്ന സന്തോഷം തന്നെയാണ്, അത് പറയണം. ഏതായിരുന്നാലും അത് ഹദീസാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള മൗലവിയുടെ കുതന്ത്രം പൊളിഞ്ഞു. ഞാനത് കുതന്ത്രം പറഞ്ഞിട്ടില്ല ആദ്യം, അത് ഹദീസാണ് എന്ന് ആദ്യം ഞാൻ പറയണ്ടേ? പറഞ്ഞെങ്കിലല്ലേ നിങ്ങൾ ഈ ആദ്യം കുതന്ത്രം നിൽക്കി നുണ ഞാൻ അവസാനിപ്പിക്കും. മുഖത്ത് നോക്കി നുണ പറയല് ഞങ്ങൾ കൈയോടെ ഓരോന്നിന് പിടിച്ചു. ഇപ്പൊ പറയാ അത് ഹദീസാണെന്ന് പറയാനുള്ള കുതന്ത്രം ഞങ്ങൾ പൊളിച്ചു. അൽഹംദുലില്ലാ, നിങ്ങൾ അങ്ങനെ ഹംദ് ചെയ്യണം, നിങ്ങൾ കുറെ ഹംദും സ്വലാത്തും ചൊല്ലി ഇരിക്കേണ്ട ഒരു അവസാനം. അത് ഞങ്ങളെ മുമ്പിൽ നടക്കൂല. അത് ഹദീസാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലല്ലേ എനിക്കത് തെളിയിക്കേണ്ടതുള്ളൂ. ഇത് ഫാത്തിമ ബീവി പറഞ്ഞതാ, അത് ചരിത്രമാണ്. അത് ഞാൻ കിതാബിൽ നിന്ന് കാണിച്ചും തന്നു. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. എന്നിട്ട് പറയാം അത് ഹദീസാണ്, ഞാൻ ഈ പേരെഴുതി ഒപ്പിട്ടെടുക്കണം. അതിന് മുജാഹിദ് ഓഫീസ് എന്ന് വരേണ്ടി വരും. പിന്നെ എന്തിനാണ് മൗലവി നേരത്തെ ആ ഹദീസ് ഗ്രന്ഥത്തിന്റെ പേര് ഇതൊക്കെ നിങ്ങൾ അതിൽ നിന്ന് വായിച്ചോളി, അതിൽ നിന്ന് വായിച്ചോളി? അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് ഈ കിതാബിലുണ്ട് ഹദീസല്ല എന്ന് മൗലവി ഇപ്പോഴാണ് പറഞ്ഞത്. ശരി, ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് വിവരമില്ല. കാരണം ഫാത്തിമ ബീവി പറഞ്ഞതിന് ഹദീസ് എന്ന് പറയില്ല. അതുകൊണ്ട് ചോദിക്കല്ലേ വേണ്ടത്. കാരണം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതല്ല ഹദീസ്, ഫാത്തിമ ബീവി പറഞ്ഞ ഹദീസ് എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, ഞാൻ പറഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് മറുപടി മനസ്സിലായത്. അപ്പൊ ഡീലർക്ക് പറഞ്ഞ് ഉരുളാണ്, വേഗം മൂട് കെട്ടി നീച്ചു പോവാന്നല്ലാതെ ഞങ്ങളെ മുമ്പിലേ നടക്കൂല. അടുത്ത ചോദ്യം ചോദിച്ചോളി. ഓക്കെ, ശരി, ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഓരോന്നോരോന്ന് തീരുമാനമായിട്ട് പറയും. തവസ്സുൽ ഇസ്തിഗാസ എന്ന വിഷയത്തിൽ നിങ്ങളുമായിട്ട് സംവദിക്കാൻ ഞങ്ങളുടെ CP ഉമർ സലഫി നേതൃത്വം വഹിക്കുന്ന ഞങ്ങൾ തയ്യാറാണ്. ഒന്നുകൂടി. അപ്പോ തവസ്സുൽ ഇസ്തിഗാസ എന്ന വിഷയത്തിൽ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന പ്രാർത്ഥന നമ്മൾ പറയില്ലേ. കാരണം ആരാധനയുടെ പരിധിയിൽ പെടുന്നതോ പെടാത്തതോ അത് തീരുമാനിക്കണം. അല്ലാതെ നമ്മൾ ആളുകളെ കൺഫ്യൂഷൻ ആക്കരുത്. പറയും ആരാധനയുടെ പരിധിയിൽ പെടാത്ത പ്രാർത്ഥന, അങ്ങനെ പറയും. അത് പറയും. രണ്ടു തരത്തിലുള്ള പ്രാർത്ഥന, ആരാധനയുടെ പരിധിയിൽ പെടുന്നതും പെടാത്തതും. ആരാധനയിൽ പെട്ടത് നമുക്ക് തർക്കമില്ലല്ലോ, സുന്നിക്ക് മുജാഹിദ് തർക്കമില്ല, അത് പറയണ്ട. അത് നമുക്ക് തർക്കമില്ല, തർക്കമുള്ള വിഷയമല്ലേ വാദപ്രതിവാദമുണ്ട്. അപ്പൊ ആരാധനയുടെ പരിധിയിൽ പെടാത്ത പ്രാർത്ഥന മഹാത്മാക്കളോട് റസൂലുള്ളാഹിനോട് ചെയ്യുന്നത് ശിർക്കാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ട്, ശിർക്കല്ലാതെ ഞങ്ങൾക്കും വാദമുണ്ട് അല്ലേ? അത് നമ്മൾ വാദപ്രതിവാദം ചെയ്യാൻ തയ്യാറായല്ലേ? ഉടനെ എപ്പോ തന്നെ എഴുതല്ലേ? ബിസ്മില്ലാ യാ അല്ലാഹ്. ഇവിടെ ഇങ്ങനത്തെ ഒരു ദിവസമാണ് വേഗമില്ല. എഴുതി കടലാസിലേക്ക് ഞാൻ തന്നെ എഴുതും. കടലാസിലേക്ക് ആരാധനയുടെ പരിധിയിൽ പെടാത്ത പ്രാർത്ഥന എന്ന് പറയുന്ന തവസ്സുൽ ഇസ്തിഗാസ. കടലാസ് ഇന്ന് ഇവിടെ നല്ലൊരു ദിവസം. ഇവിടെ ഒന്ന് എന്താ നമുക്ക് വലിയ നാളാണ്, ഇന്ന് ഇവിടെ സംവാദ ദിവസമാണ്. അയ്യോ തന്നെയാണ് ഇത് ബാധപ്രതിവാദം. ഇത് മറവൂർ ഗ്രൂപ്പിലേക്കാണ് അല്ലേ? ഇത് മറവൂർ ഗ്രൂപ്പിന്റെ ആളുകൾ ബാറക്കല്ലാഹ്. ഇത് പറയട്ടെ ഞാൻ പേരുന്നു. കളീക്കാവിള ബിസ്മില്ല. കളീക്കാവിള ഞാൻ വായിക്കാം. കളീക്കാവിള മഹാത്മാക്കളോട് സുന്നികൾ നടത്തുന്ന തവസ്സുൽ ഇസ്തിഗാസ ബ്രാക്കറ്റിൽ നിങ്ങൾ പറഞ്ഞ മാതിരി ആരാധനയുടെ പരിധിയിൽ ഉൾപ്പെടാത്ത പ്രാർത്ഥനയും ഇടതേട്ടവും, തവസ്സുലിന്റെ അർത്ഥം ഇടതേട്ടാണല്ലോ, ആ ഇടതേട്ടവും എന്ന വിഷയത്തിൽ സംവാദം നടത്താൻ മുജാഹിദ് മടവൂർ വിഭാഗം തയ്യാറാണ്. നിങ്ങൾ എഴുതി ഒപ്പിടും. ഞങ്ങളതിന് താഴെ ഈ വിഷയത്തിൽ സംവാദം നടത്താൻ സുന്നികളും തയ്യാറാണെന്ന് അറിയിക്കുന്നു. രണ്ട് ഗ്രൂപ്പും പേര് എഴുതി ഒപ്പിടാൻ പോവാണ്. അള്ളാഹു ഇതും കബൂൽ ചെയ്യുമാറാവട്ടെ. ചരിത്രത്തിൽ പുതിയൊരു അധ്യായം രചിക്കാൻ ഇത് സഹായകമാക്കുമാറാവട്ടെ. ഇത് ജനങ്ങൾക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ, ഇസ്ലാമിന്റെ ശരിയായ തൗഹീദിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാനും ഗ്രഹിക്കുവാനും അള്ളാഹു ഇത് ഫലപ്രദമാക്കി തരുമാറാവട്ടെ. വേറെ ദുരുദ്ദേശമൊന്നുമില്ല, ആ സുഹൃത്തിനുമില്ല, നമുക്കുമില്ല. ജനങ്ങൾ സത്യം മനസ്സിലാക്കണം എന്നതാണ് നമ്മളിത് ഒപ്പിടുന്നു. സിദ്ദീഖ് ഒപ്പിട്. നിങ്ങൾ ഇവിടുത്തെ ആളുകൾ ഒപ്പിടി, നിങ്ങളാരെങ്കിലും ഒപ്പിടി, അദ്ദേഹം ഒപ്പിടി, ഇത് രണ്ടിനും ഒപ്പിടിക്ക്. ഇതിന്റെ ഒരു കോപ്പി കളയൽ. അതൊക്കെ രേഖയാണ്, അടിസ്ഥാനമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ വാങ്ങണം, നിങ്ങൾ ഒപ്പിടുന്ന ആളുടെ ഫോൺ നമ്പർ വാങ്ങണം. രണ്ട് സംവാദത്തിനാണ് നമ്മൾ ഈ സദസ്സിൽ വെച്ച് സാക്ഷികളായിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ആ രണ്ട് സംവാദം ഒന്ന് മടവൂർ ഗ്രൂപ്പിനോടാണ്, മറ്റൊന്ന് മൗലവി ഗ്രൂപ്പിനോടാണ്. രണ്ട് ഗ്രൂപ്പിനോടും സംവാദം തെളിയിച്ചുകൊണ്ട് യഥാർത്ഥ തൗഹീദ് ഇവിടെ തെളിയിക്കുന്ന കാലം അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ നിങ്ങൾ ഈ തിരുവനന്തപുരത്തുകാരായ ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് പുതിയൊരു ചരിത്രം തെളിയിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. നമുക്കൊരു ഡേറ്റ് കൂടി വെക്കണം. ഞാൻ വിട്ടുപോയിട്ടോ, ഒരു മാസത്തിന്റെ ഉള്ളിൽ എഴുതിക്കണം. നമ്മൾ അങ്ങനെ ഒക്കെ ഒരു മാസം ഞങ്ങൾക്കൊരു മാസം വേണമെന്നില്ല. എന്നാലും ഞങ്ങൾ ആദർശ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും വലിയ തിരക്കിലാണ്. അതുകൊണ്ടാണ് ഒരു മാസത്തിന്റെ ഉള്ളിൽ എഴുതിക്കണം. നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. കളീക്കാവിളയിലെ തൗഹീദ് ജമാഅത്ത് കമ്മിറ്റിന്റെ അവിടെ
അവർക്കും വരട്ടോ, ഓർക്ക് വാദപ്രതിവാദം അവരും ഞങ്ങൾ വെല്ലുവിളിച്ചു. എല്ലാവരും ഞങ്ങൾ കണ്ടവരൊക്കെ ഇതിന് ഞങ്ങൾ തയ്യാറാ. ഏത് വാദപ്രതിവാദം കണ്ടോ നിങ്ങൾക്ക് തൗഹീദൊന്ന് പഠിപ്പിച്ചിട്ട് ഞങ്ങൾ ഉറപ്പിച്ചുതരാം. അസ്സലാമു അലൈക്കും. ഞാനൊരു മുജാഹിദോ ഒരു ജമാഅത്ത് ഇസ്ലാമിയോ ഒരു തബലിയോ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളല്ല. പൊതുവായിട്ടുള്ള സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു മുസ്ലിമാണ്. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ സംബന്ധിച്ച് ആയിരക്കണക്കിന് ഹദീസുകളുണ്ട്. ഞാൻ മുജാഹിദുകൾ എഴുതിയ പല ബുക്കുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബുഖാരിയിലും അതുപോലെ തന്നെ മുസന്നദിലും ഇത് കാണാം. അപ്പൊ ഇതിനെക്കുറിച്ച് ഉസ്താദിനെ വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പെണ്ണ് പള്ളിയിൽ പോകണം എന്ന ഒരു ഹദീസോ ആയത്തോ അദ്ദേഹത്തിന് ഉദ്ധരിക്കാനുണ്ടെങ്കിൽ പറയാം. വലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്. അള്ളാഹുവിന്റെ അടിയാത്തോളെ, അതായത് സ്ത്രീകളെ നിങ്ങൾ പള്ളികളെ തൊട്ട് തടയരുത്. ഇതാണ്. അതിലെവിടെയാണ് പള്ളിയിൽ പോകണമെന്നുള്ളത്? അള്ളാഹുവിന്റെ അടിയാത്തോളെ, അതായത് സ്ത്രീകളെ നിങ്ങൾ പള്ളികളെ തൊട്ട് തടയരുത് എന്നാണ് ചോദ്യം. എന്നാണ് ആ ആയത്തിന്റെ പള്ളിയിൽ പോകൽ സുന്നത്താണെന്നോ വാജിബാണെന്നോ തെളിയിക്കുന്ന ഒരായത്തോ ഹദീസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓതാം. ഖുർആനിൽ നിന്ന് ഒരായത്ത് ഓതാം. പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകൽ സുന്നത്താണ് അല്ലെങ്കിൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ വീക്ഷിക്കുന്ന ഒരു ഹദീസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓതാം. അതില്ല എന്ന് പറഞ്ഞാൽ ഈ ഹദീസിനെ കുറിച്ച് എതിർ ചെയ്യാം. ഞാൻ അതുപോലെ തന്നെ ഞാൻ വലിയ പണ്ഡിതനോ അല്ലെങ്കിൽ ഞാൻ വലിയ മദ്രസയിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥിയൊന്നും അല്ല. അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞത് പെണ്ണിന് പള്ളിയിൽ പോകണം എന്നുള്ള ആയത്തും ഹദീസും ധാരാളമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത്. അപ്പോൾ പെണ്ണിനോട് പള്ളിയിൽ പോകണമെന്ന് കൽപ്പിക്കുന്ന ഒരായത്തോ ഹദീസോ ഖുർആനിലോ അല്ലെങ്കിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലോ ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ അടിയാത്തുകളെ, അതായത് സ്ത്രീകളെ നിങ്ങൾ പള്ളികളെ തൊട്ട് തടയരുത്, പള്ളികളിൽ പോകുന്നതിനെ തൊട്ട് തടയരുത് എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ വ്യക്തമായി പള്ളിയിൽ പോകണമെന്ന് പ്രേരിപ്പിക്കുന്ന ആയത്തോ ഹദീസോ ഇല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറജൽ ജാഹിലിയ്യത്തിൽ ഊല വഅഖിംന സ്വലാഹ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് സ്ത്രീകൾ അവരുടെ വീടുകളിൽ അടങ്ങിയിരിക്കണം. ജാഹിലിയ്യ കാലഘട്ടത്തിൽ, അഥവാ ഒന്നാം ജാഹിലിയ്യത്ത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ള ജാഹിലിയ്യത്താണ്. ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ വളരെ അഴിഞ്ഞാടിയ ഒരു സാഹചര്യമായിരുന്നു. അപ്രകാരം നിങ്ങൾ രംഗപ്രവേശം ചെയ്യരുത്. വഅഖിംന സ്വലാഹ്, അവർ വീട്ടിൽ നിസ്കാരം നിർവഹിക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമ്മു ഹമീദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹ സഹാബിയത്തായ സ്ത്രീ വന്നുകൊണ്ട് ചോദിച്ചു, നബി തങ്ങളെ ഈ മദീന പള്ളിയിൽ വളരെയേറെ പ്രതിഫലം കിട്ടുന്ന ഈ പള്ളിയിൽ ഒന്നുകൊണ്ട് അങ്ങയുടെ പുണ്യം ഞാൻ നിസ്കരിക്കട്ടെ എന്ന് ഉമ്മു ഹമീദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹ എന്ന് സഹാബിവരെ വന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, നിന്റെ വീടിന്റെ ഉള്ളറയിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കലാണ് നിനക്ക് ഏറ്റവും ഉത്തമമെന്ന് ഉമ്മു ഹമീദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. ഇതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. അവർ വീട്ടിന്റെ ഉള്ളിലിരിക്കുന്ന സമയത്താണ് അല്ലാഹു തആലയുമായിട്ട് ഏറ്റവും അടുപ്പത്തിലാകുന്നത്. അഖറബു മാ യകൂനു മർഅതു മിർ റബ്ബിഹി വഹിയ ഫീ ഖഅരി ബൈതിഹാ എന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ അല്ലാഹുവുമായി ഏറ്റവും സാമീപ്യത്തിലെത്തുന്നത് അവളുടെ വീട്ടിന്റെ ഉള്ളിലിരിക്കുന്ന അവസരത്തിലാണ്. ഇതാണ് ഇസ്ലാമിന്റെ അധ്യാപനമെങ്കിൽ ഖുർആനിലോ ഹദീസിലോ നിർബന്ധമായ പള്ളിയിൽ പോകണമെന്നോ അല്ലെങ്കിൽ സുന്നത്താണെന്ന് തെളിയിക്കുന്ന ആയത്തോ ഹദീസോ ഇവിടെയില്ല. ഇത് ഞങ്ങൾ പറയുന്നതല്ല. ഓ അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹം സ്ത്രീകളെക്കുറിച്ച് പ്രത്യേകം പള്ളിപ്രവേശത്തെക്കുറിച്ച് ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. വ്യക്തമായ ഒരു കാര്യമുണ്ട് ഇവിടെ. അത് പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകാൻ പ്രവാചകർ നിർബന്ധപൂർവ്വം കൽപ്പിച്ചതായി ഹദീസുകളിൽ കാണുന്നില്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഇസ്ലാമിന്റെ അധ്യാപനം വ്യക്തമായി മനസ്സിലായി. ഖുർആനിലോ ഹദീസിലോ പെണ്ണ് പള്ളിയിൽ പോകണം എന്നൊരധ്യായമില്ല. പിന്നെ എന്താണ് അദ്ദേഹം പറഞ്ഞ ഭാഗം? ലാ തംനഉ മാ അല്ലാഹി മസാജിദുല്ലാഹി വബുയൂതുഹുന്ന ഖൈറുൻ ലഹുന്ന എന്നതിന് ബാക്കി ഭാഗം സഹീഹ് ഇബ്നു ഹുസൈമിൽ ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ മുഖദ്ദിമത്ത് ഇബ്നു സലാഹിൽ കാണാം. ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് സഹീഹാണെന്നതിൽ തർക്കമില്ല. ആ ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹു പറയുകയാണ് വബുയൂതുഹുന്ന ഖൈറുൻ ലഹുന്ന,
നിങ്ങൾ പള്ളികളെ തൊട്ട് പെണ്ണുങ്ങളെ തടയേണ്ടതില്ല, അവരുടെ വീടാണ് അവർക്ക് ഉത്തമം എന്ന ഹദീസിന്റെ ബാക്കിയായി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, പെണ്ണുങ്ങളെ പള്ളിയെ തൊട്ട് തടയേണ്ട, വലഹു അൻ യംനഅഹാ മിൻഹു തതവ്വുഅൻ വമിനൽ മസാജിദി ഗൈരിഹി. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹി എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് വ്യക്തമായി പഠിപ്പിച്ചു, അങ്ങ് മസ്ജിദുൽ ഹറാമിലുള്ള കഅബ ശരീഫ് അതിനെ തൊട്ട് സ്ത്രീകളെ തടയണ്ട എന്നാണ് ഇതിന് വിവക്ഷ. നിങ്ങൾ നോക്ക്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അവർ വ്യക്തമായി കാണാം, സ്ത്രീകൾ വന്ന് നിങ്ങളോട് നിസ്കാരത്തിന് ഇനസ്തഅ്ദനകും നിങ്ങളോട് സമ്മതം ചോദിക്കുകയാണെങ്കിൽ ലിൽ ഖുറൂജി ബിൽ ലൈൽ രാത്രിയിൽ പുറത്തേക്ക് പോകുന്നതിന് സമ്മതം ചോദിച്ചാൽ അവിടെ വലാത്തന്നഹുന്ന നിങ്ങൾ പെണ്ണുങ്ങളെ തടയേണ്ടെന്നാണ് ഈ ഹദീസിന്റെ ഉപക്ഷയെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ വ്യക്തമായി കാണാം. അപ്പോൾ നിരുപാധികമായി പെണ്ണ് പുറത്തേക്ക് ഇറങ്ങി പോകാനല്ല പറഞ്ഞതിന്റെ അർത്ഥം, പിന്നെയോ രാത്രികാലങ്ങളിൽ ആരും അടങ്ങി പുറത്തേക്കിറങ്ങാത്ത സമയത്ത് ആരെങ്കിലും ചോദിച്ചാൽ തടയണ്ട എന്നാണ്. എന്നാൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ശറഹ് മുസ്ലിമിൽ വ്യക്തമായി പറയുന്നത് കാണാം, യുവതികളായ പെണ്ണുകൾ പോകുന്നതിനെ കുറിച്ചുള്ള ഹദീസിലുള്ളത് യുവതികൾ പോകാൻ പാടില്ല എന്നാണ്. അതേപോലെ തന്നെ വളരെ വാർദ്ധക്യത്തിലെത്തിയവർ അവർ തന്നെ പരിഷ്കൃതമല്ലാത്ത വേഷത്തിൽ അവർ പുറപ്പെട്ടു പോകുന്നതിൽ തടയണ്ട എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുസ്ലിമിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമിൽ സ്വതന്ത്രമായി ഇങ്ങനെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ഒരായത്തിലോ ഒരു ഹദീസിലോ കൽപ്പനയില്ല എന്ന് വളരെ സുവ്യക്തമായി. ഈ ജമാഅത്തെ ഇസ്ലാമികളിലെ എല്ലാ സ്ത്രീകളും അതായത് മതപ്രബോധനത്തിനെന്നും പറഞ്ഞിറങ്ങുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇറങ്ങാമോ? അതായത് ഇപ്പൊ ഭീമാമിച്ച ആറ്റാരംഭിച്ച അവരൊക്കെ മതപ്രബോധനത്തിന് വേണ്ടി വന്നതാണ്. ആ ഒരു ഇത് വെച്ചുകൊണ്ടാണ് സ്ത്രീകൾ മതപ്രബോധനത്തിനായിട്ട് ഇറങ്ങുന്നത്. അതങ്ങനെ ഇറങ്ങാമോ ഇല്ലയോ? ഇസ്ലാമിന്റെ വ്യക്തമായ നിയമം നമ്മൾ കൽപ്പിച്ചു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊല. സ്ത്രീകൾ വീട്ടിൽ ഒതുങ്ങിയിരിക്കണമെന്നാണ് വിശുദ്ധ ഖുർആന്റെ കൽപ്പന. നിങ്ങൾ നോക്ക്, സഹാബിയത്തായ ഏതെങ്കിലും സ്ത്രീകൾ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അല്ലെങ്കിൽ അതേപോലെ ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച സ്ത്രീകൾ ഇവരാരെങ്കിലും മതപ്രബോധനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ജിഹാദിന്റെ ആവശ്യത്തിന് വേണ്ടിയോ ജമാഅത്തിന്റെയും ജുമയുടെയും ആവശ്യത്തിന് വേണ്ടിയിട്ടോ ഒരു സ്ത്രീ പോലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് ലാ നഅലമു മിൻ അഹലിൻ ആരിൽ നിന്നും നാം അറിയുന്നില്ല എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി പ്രസ്താവിച്ചു. ഇസ്ലാമിന്റെ കാര്യം മതപ്രബോധനത്തിന് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ സ്ത്രീകൾ പോകാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം. മുജാഹിദ് വിഭാഗത്തിന്റെയും ആധികാരികതയുള്ള പ്രവർത്തകർ തന്നെയാണ്. അവർ പ്രവർത്തകരെന്നോ അനുഭാവിയെന്നോ പറഞ്ഞാലും ആധികാരികമായാണ് രണ്ട് വിഷയങ്ങളിൽ സംവാദത്തിന് തയ്യാറായത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആശയപരമായ സംവാദത്തിന് തിരുവനന്തപുരം ജില്ലയിൽ തുടക്കം കുറിച്ചിരിക്കുന്നു. ആദ്യമായി ഇതിനു മുമ്പ് മുജാഹിദ് വിഭാഗങ്ങൾ കല്ലമ്പലത്ത് വെച്ച് ആശയ സംവാദം ഒരുമിച്ചിരുന്നപ്പോൾ ആശയ സംവാദത്തിന് തയ്യാറാവുകയും കല്ലമ്പലത്ത് വെച്ച് എഗ്രിമെന്റ് എഴുതുകയും ചെയ്തു. അതിനുശേഷം വ്യവസ്ഥകൾ നിശ്ചയിക്കാൻ ബഹുമാനപ്പെട്ട അലവി സഖാഫി കുളത്തൂർ, മാളിയേക്കൽ സുലൈമാൻ സഖാഫി, ഇസ്സുദ്ദീൻ കാമിൽ സഖാഫി, വിനീതനായ ഞാനും കുളക്കോട് നാസറുദ്ദീൻ സാഹിബും ഞങ്ങൾ 5 പേര് സുന്നി പക്ഷത്തു നിന്നും മുജാഹിദിന്റെ സമുന്നതരായ നേതാക്കളുമായി എറണാകുളത്ത് മാസ് ഓഡിറ്റോറിയത്തിൽ മണിക്കൂറുകളോളം വ്യവസ്ഥ നിശ്ചയിക്കാൻ യോഗം ചേർന്നെങ്കിലും വ്യവസ്ഥകളിൽ നിന്ന് പിന്മാറി സംവാദത്തിന് തയ്യാറാകാതെ മുജാഹിദ് വിഭാഗം ഒന്നായ മുജാഹിദ് വിഭാഗം 6 വർഷങ്ങൾക്ക് മുമ്പ് പിന്മാറുകയാണ് ഉണ്ടായത്. ഈ എഴുതിയ 2 കരാറുകൾക്കും ആ ഗതി വരാതിരുന്നാൽ ഇൻഷാ അല്ലാഹ് തിരുവനന്തപുരത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ശക്തി തെളിയിക്കപ്പെടും, ആശയപരമായ ശക്തി തെളിയിക്കപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ ഉള്ളത്, നമ്മൾ 5:30 മണിയോടുകൂടിയാണ് ഇവിടെ ഈ പരിപാടി ആരംഭിച്ചത്. വളരെ വിദൂരത്തിൽ നിന്ന് പോലും വന്ന ധാരാളം മുത്തഅല്ലിമീങ്ങളും ഇമാമുമാരും മുദരിസുമാരും സാധാരണ പ്രവർത്തകരുമുണ്ട്. ഇപ്പോൾ 11 മണി കഴിഞ്ഞിരിക്കുന്നു. ഈ പരിപാടി അവസാനിക്കേണ്ടി വന്നിരിക്കുന്നു. ഉസ്താദുമാർ ഇത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കും. ഇവിടെ ഇതുവരെയും കാണിച്ചത് മുജാഹിദ് മൗലവിമാരുടെ പറഞ്ഞതും കേട്ടതും നിങ്ങൾ മനസ്സിലാക്കി
മുജാഹിദ് മൗലവിമാർക്ക് ഖുർആനെ കുറിച്ചും സുന്നത്തിനെ കുറിച്ചും പ്രമാണങ്ങളെ കുറിച്ചും ഒന്നും അറിയില്ല എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. നിങ്ങൾക്ക് അതിനു വേണ്ടി ഒരു ചെറിയ ഉദാഹരണം ഞാൻ കാണിച്ച ഒരു മൗലവി പ്രസംഗിക്കുന്നത് കേൾപ്പിച്ചു തരാം. എന്താണ് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ബാലനും രാമനും ഒക്കെ മുസ്ലിമാണ് എന്ന് പറയുന്ന ഈ വാദം, ഇത്ര വിവരമില്ലാത്ത വിഷയങ്ങൾ വരെയാണ് മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർ ഖുർആനെ കുറിച്ചും സുന്നത്തിനെ കുറിച്ചും വേണ്ടതുപോലെ പരിജ്ഞാനമില്ലാന്ന് ഞങ്ങൾ വെറുതെ പറയല്ല. നിങ്ങൾ കണ്ടോളൂ, ഒരു മൗലവി പറയുന്നത് തൂഫാൻ എന്ന ജലപ്രളയം ഉണ്ടായത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇയാൾ പറയാണ് ലൂത്ത് നബിയുടെ കാലത്താണ്. അപ്പൊ കുറെ ഇയാൾ പറഞ്ഞപ്പോ ബാക്കിൽ നിന്ന് ഒരു മുജാഹിദ് മൗലവി പറഞ്ഞു ലൂത്ത് നബിയുടെ കാലത്തല്ല നൂഹ് നബിയുടെ കാലത്താണ്. അപ്പൊ ഇയാൾ തിരുത്തിക്കൊണ്ട് പറയാണ് അത് നൂഹ് നബിയുടെ കാലത്താണെന്ന് വിവരം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ലൂത്ത് നബിയുടെ കാലത്തല്ല. അങ്ങനെ ഇയാൾ പ്രസംഗിച്ച ശേഷം മൂപ്പര് പിന്നെ പറയാം അത് ശരിയല്ല, സംഗതി ലൂത്ത് നബിയുടെ കാലത്ത് തന്നെയാണ് ഉണ്ടായത്. എന്തിനാതൊക്കെ പറയുന്നത്? നമ്മളെ മങ്കൂസ് മൗലിദ് കൊച്ചാക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നതും ചെയ്യുന്നതും. നിങ്ങൾ ഓർക്കണം, മങ്കൂസ് മൗലിദിന്റെ വസ്തകാസബിഹി നൂഹും തൂഫാണ്ടായപ്പോ നൂഹ് നബി നബിത്തങ്ങളോട് മുഖേന സഹായം ചോദിച്ചു എന്നുണ്ട്. അപ്പൊ സഹോദരന്മാരെ, ആ ഒരു സഹായം ചോദിച്ചു എന്ന് പറയുന്ന പരാമർശത്തെ കൊച്ചാക്കാൻ വേണ്ടിയാണ് ഇയാൾ പറയുന്നത്. അത് കേട്ടപ്പോ ഇയാളാകെ ഇടിവെട്ടേറ്റവനെ പോലെ നിൽക്കുന്ന രംഗം. ഒരു 5 മിനിറ്റ് ഞാൻ ദീർഘിപ്പിക്കല്ല, പെട്ടെന്ന് അവസാനിപ്പിക്കും. നിങ്ങൾ കേട്ടോളൂ. ഒന്ന് വെച്ചുകൊടുത്ത ആ മൗലവി പറയുന്ന ഹമീദ് മൗലവി എന്ന് പറയുന്ന മൗലവിയാണ്. തലയിൽ തട്ടൊക്കെ ഇട്ടിട്ടാണ് ആര് പറയുന്നത്. വെച്ചുകൊടുത്ത രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാനുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നത് വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അദീം. ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ അഹ്ലുകാരെയും നജ്ജൈനാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് തൂഫാൻ ഉണ്ടായത്. അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് തൂഫാൻ ഉണ്ടായത്. എങ്ങനെയുണ്ട്? പടച്ചോൻ ഖുർആനിൽ പറയുന്നത് ലൂത്ത് നബി അലൈഹിസ്സലാമിനെ നമ്മളാണ് രക്ഷിച്ചത്, അദ്ദേഹത്തിന്റെ അയൽക്കാരെ നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാം. ഒരായത്തിലല്ല, വേറെ ആയത്തിൽ വഅൻജൈനാഹു വഅസ്ഹാബ സഫീനത്തി വജഅൽനാഹാ ആയത്തൻ ലിൽആലമീൻ. ഉസ്താദന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദന്മാരെ ഒന്ന് മനസ്സ് തുറക്കി. വഅൻജൈനാഹു ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും വഅസ്ഹാബ സഫീനത്തി, ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയാം. ഇത് നമ്മൾ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തടിച്ച കാഫിറാണ്, അല്ലേ? എന്നാ കേട്ടോ, മുഹമ്മദ് നബിയോട് സഹായം തേടി നൂഹ്. അതാ മുപ്പരാക അന്തം വിട്ടു. അത് അന്തം വിട്ടു. അപ്പൊ ഈ നൂഹ് നബിയുടെ കാലത്താണ് ഇതുണ്ടായത് എന്ന് വരെ ഇയാൾക്ക് അറിയാം. പാച്ച നുണ പറയാ, വീട്ടുകേടെ പൊട്ടം കിട്ടുക, ഖുർആൻ സുന്നത്ത് ഒരു ചുക്കും അറിയില്ല അവർക്ക്. ഇത് കേട്ടപ്പോഴാ സക്കരിയ സലായി പണ്ട് മറ്റാ പണി ചെയ്ത്. ഒന്ന് വിളിച്ചെടുത്താ അതാ ഇവിടെ ചെയ്യേണ്ടത്. വെച്ചുകൊടുക്ക്. സക്കരിയ സലായി ചെയ്തതെന്താ അവിടെ പറയാ കൂക്കടാ, കൂക്ക് കണ്ടോ, കൂക്ക് കൂക്കടാ, കൂക്ക്. എങ്ങനെയുണ്ട്? ഇതാകുമ്പോ ഒരവസ്ഥ. നമ്മളെ ജമിയത്തുൽ ഉലമയുടെ വലിയ നേതാവാ, ആരോ എന്തോ അവിടുന്ന് ഇയാളെന്തോ പറഞ്ഞപ്പോ അവിടുന്നാണ് കൂക്കി. ഇയാള് മൈക്കന് മുമ്പിൽ എന്താണ് കൂക്കിയാൽ എങ്ങനെയുണ്ട്? നമ്മളെ ഇവിടെ വന്നിട്ട് ഞാൻ പറയാം, നമ്മൾ എ പി ഉസ്താദോ അല്ലെങ്കിൽ പെൺമണ ഉസ്താദോ അവരാരെങ്കിലും ഇവിടെ പ്രസംഗിക്കുമ്പോൾ ആരോ ഒരാൾ കൂക്കി, അതിന് ഉസ്താദ് മൈക്കന് മുമ്പിൽ വന്നിട്ടാണ് കൂക്കിയാൽ എങ്ങനെയുണ്ടാവും? നിങ്ങൾ ചിന്തിച്ചു നോക്കാണ്. ഒരു കഥയില്ലാത്ത ആളുകൾ പരസ്യം. ഞാൻ ഒരു സ്ഥലത്ത് ഇത്ര പറഞ്ഞു, അത് സക്കരിയ ഒരിക്കൽ കൂക്കിയിട്ടുള്ളൂ, നിങ്ങൾ റിപ്പീറ്റ് ചെയ്തതാണ് പറഞ്ഞു. റിപ്പീറ്റ് ചെയ്തതല്ല, മുഴുവനും ആളെന്തോ കൂക്കിയത്. ഒന്നും വെച്ചു കൊടുത്താൽ ഞാൻ പറഞ്ഞ പറയല. കണ്ടോ, ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം. അപ്പൊ ഇത്ര വലിയ മോശം സംസ്കാരമാണ് ഇവർ വെച്ചു പുലർത്തുന്നത്. ഖുർആനും സുന്നത്തും അറിയില്ല,
പ്രമാണങ്ങൾ അറിയില്ല. നമ്മളാരും ഇതിൽ വഞ്ചിതരാകരുത് എന്നാണ് ഓർമ്മപ്പെടുത്താറുള്ളത്. സമയം ഒരുപാട് സമയം ആയി, നമ്മൾ സമയം കഴിഞ്ഞ് നിർത്തിയാണ്. മുജാഹിദ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുജാഹിദുകൾ സാധാരണ പറയാറുള്ളത് ഞങ്ങളാണ് ഇവിടെ മുജാഹിദ് വന്നിട്ടാണ് ഇവിടെ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായത് എന്ന് പറയും. അവർ വന്ന മാറ്റം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്താ നിങ്ങൾക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ മാറ്റം നേടിയതെന്താ? മുസ്ലിമീങ്ങളെ കാഫിറാക്കി മുശ്രിക്കാക്കി എന്നതല്ലാത്തൊരു മാറ്റം അവർ ചെയ്തിട്ടില്ല. പക്ഷേ മുജാഹിദ് പറയും ഞങ്ങൾ വന്നിട്ടാണ് ഇവിടെ അതുണ്ടായത്, ഈ പുറമുണ്ടായത്, പാലമുണ്ടായത്, തോറുണ്ടായത് എന്നൊക്കെ പറയും, ആശുപത്രി ഉണ്ടായത്, എയർപോർട്ട് ഉണ്ടായത് എന്നൊക്കെയാണ് മുജാഹിദ് പറയാറുള്ളത്. ഞാൻ സക്കരിയ സലാഹിയ മൗലവി ഒരിക്കൽ പറഞ്ഞു, കേരളത്തിൽ മുജാഹിദ് വന്നതിന് ശേഷമാണ് ഇവിടുത്തെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഷെഡ് കളിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മറുപടി വന്നു, ആയിക്കോട്ടെ, ഞങ്ങൾക്ക് എതിർപ്പില്ല. മുജാഹിദ് വന്നപ്പോഴേക്ക് ഇവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഷെഡ് ധരിക്കാൻ നിർബന്ധിതരായെങ്കിൽ അത് മുജാഹിദിന്റെ നേട്ടം തന്നെ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് അതിലൊരു പ്രശ്നമില്ല. വേറൊരു ലെവലിൽ പ്രസംഗിക്കുകയാണ്, മുജാഹിദ് പ്രസ്ഥാനം കൈവെക്കാത്ത സ്ഥലങ്ങളില്ലാതാ, എല്ലായിടത്തും ഞങ്ങൾ കൈവച്ചിട്ടുണ്ട്. ഞാൻ പറയല്ല, അയാളെ കൂടി ഞാൻ പറയിപ്പിച്ചാൽ അയാൾ വെച്ച കൈ എവിടെയാണ് വെച്ചുകൊടുത്താൽ ഒന്ന് വെച്ചുകൊടുത്താൽ അതുകൂടി പറഞ്ഞു നോക്ക്. ഇത് പ്രസ്ഥാനം കൈവെക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു, അറിയുമോ നിങ്ങൾക്ക്? അവർ കടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അറിയോ നിങ്ങൾക്ക്? അറിയാം. നിങ്ങൾ കൈ വെച്ചതിട്ട് എവിടെയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇതായി ഞാൻ പതിങ്ങനെ പരിപാടി സുബി വരെ പറയാനൊക്കെ സാധനമുണ്ട്, പറയല്ല, സമയമില്ല. ഇതാണ് ഇവരുടെ സംസ്കാരം. ഇവർ ഖുർആനും സുന്നത്തും അല്ല പറയുന്നത്, സഹോദരന്മാരെ, ഇവർ ദീനല്ല പറയുന്നത്, ഇസ്ലാമല്ല പറയുന്നത്. അതിൽ പെട്ടുപോയ സാധുക്കളുണ്ടെങ്കിൽ തിരിച്ചു വരാൻ സമയമായിരിക്കുന്നു എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ദുആ ചെയ്യണം.